അഴകാലിലെ മഞ്ഞച്ചരടിൽ പൂത്താലിയുമായി മലയാള സിനിമയിലേക്ക് വന്നൊരു പെൺകുട്ടി അഖില ആനന്ദ്. അഖിലയാണ് ഇന്ന് ജേണി ഓഫ് ജയരാജിലെ അതിഥി. നമസ്കാരം. നമസ്കാരം. എന്താണ് ആ പാട്ട് പാടിയപ്പോൾ തോന്നിയത് മനസ്സിൽ? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് തോന്നിയത്. കാരണം സിനിമയിൽ ആദ്യമായി പാടുന്നു. അത് വലിയൊരു കാരണം. അത് മാത്രല്ല ജയരാജ് സാറിൻ്റെ സിനിമയിലാണ്. ജയരാജ് സാറ് ഒരുപാട് പുതിയ ടാലൻസിനെ കണ്ടെത്തി പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ലൊരു തുടക്കം എന്ന് തന്നെ എനിക്ക് അന്ന് അങ്ങനൊരു സന്തോഷം. പിന്നെ അഭിനയിക്കുന്നത് സുരേഷ് ഗോപി, പത്മപ്രിയ. അപ്പോൾ പാട്ട് റിലീസായി സിനിമയിൽ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്കറിയില്ല ആ സമയത്ത് എന്താണ് എൻ്റെ ഫീലിംഗ് ആയിരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു. ആ ഒരു പാട്ട് തന്നെയാണ് ഇപ്പോഴും പ്രോഗ്രാംസ് ആണെങ്കിലും റെക്കോർഡിങ്സ് ആണെങ്കിലും എവിടെ പോയാലും ഈ ഒരു പാട്ടാണ് ഇപ്പോഴും എൻ്റെ ഐഡൻറ്റിറ്റി. ഒന്ന് അപ്പോൾ ആ പതുക്കെ നമുക്ക് ഈ സന്തോഷം പ്രോഗ്രാം തുടങ്ങുമ്പോൾ ആ പാട്ട് പാടി തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. അഴകാലില മഞ്ഞച്ചരടിലെ പൂത്താലി മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി കുന്നിമണി കൊലുസണിഞ്ഞ് വയൽ കിളി വരവായി കുരുന്നില പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി ഏഴഴകായി പൂങ്കവിളിൽ ചിന്നി നിന്നാണം എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ. ഇത് ഞാൻ പെട്ടെന്ന് ഓർത്തത് ആ, ആദ്യ അഖിലെ കാണുന്ന ഒരു മൊമെന്റ് തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാമിനെ കാണാം, അതെ, നിശാഗന്ധിയിലായിരുന്നു. നിശാഗന്ധിയിൽ. ആ പ്രോഗ്രാം കണ്ടപ്പോൾ ആ ശബ്ദത്തിൽ എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നി. അന്ന് ഞാൻ അങ്ങനെയാണ്. ഒരു ആ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രെയർ സോങ് ആയിരുന്നു അതെ, പാടിയത്. പിന്നെ ആ പരിപാടി ആങ്കറിങ് ഉണ്ടായിരുന്നു. ഞാനും താര കല്യാണും അതെ, ചേർന്നാണ് ആ അതെ. പരിപാടി ആങ്കർ ചെയ്തത്. ഒരു അവാർഡ് ഫംഗ്ഷൻ ആയിരുന്നു. അവാർഡ് നൈറ്റ് ആയിരുന്നു. എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. അവാർഡ് അങ്ങനെയാണ്. ഉണ്ടായിരുന്നു. അപ്പം ഈ പാട്ട് ഇഞ്ചക്കാട് ബാലേന്ദ്രൻ കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുള്ളൂ അദ്ദേഹം. പക്ഷേ എനിക്ക് ആ ഒരു ഒറ്റ പാട്ട് തന്നെ ബാലേന്ദ്രൻ്റെ പാട്ട് വളരെ പോപ്പുലറായി. ആദ്യം ചില പാട്ടുകൾ അങ്ങനെയാണ്. ഈ ആദ്യമൊക്കെ അത്രയും ശ്രദ്ധിക്കില്ല, പിന്നെ അങ്ങോട്ട് അതൊരു ഇങ്ങനെ കുറേശ്ശെ മനസ്സിനെ പിടിക്കും. എൻ്റെ അതെ, തന്നെ കാതിൽ തേന്മഴ എന്നുള്ള പാട്ടും അങ്ങനെയാണ്. അതെ. ആദ്യം ആ സിനിമ ഇറങ്ങുന്ന കാലത്ത് അത്ര ഇല്ലായിരുന്നു, പക്ഷെ ആ, ഇപ്പോൾ ആ, അതൊരു ആ. സെൻസേഷനായി അതെ, മാറിയിട്ടുണ്ട്. അതെ, അതെ, ഇപ്പോൾ എല്ലാ സ്റ്റേജിലും ഈ പാട്ട് പാടാൻ ആവശ്യപ്പെടുന്നുണ്ട് അല്ലേ? അതെ. ഇപ്പോൾ ജാസിയുടെ ശബ്ദമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ പലപ്പോഴും പിന്നീടും ജാസിയായിട്ടാണ് അഖില കൂടുതൽ പാടിയിട്ടുള്ളത്. അപ്പോൾ അത് ആ കോമ്പിനേഷൻ നന്നായിട്ട് വർക്കായിട്ട് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പാട്ട് ശ്രദ്ധിക്കപ്പെടാനുള്ള പ്രധാന കാരണം ജാസി ചേട്ടൻ്റെ വോയിസാണ്. പിന്നെ അത് മാത്രമല്ല ആ ഒരു ഫോക്ക് ടച്ചുള്ളൊരു ട്യൂണും കൂടിയാണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി വന്നപ്പോൾ അതുവരെയും ലജ്ജാവതി അല്ലെങ്കിൽ മെലഡീസ് ജാസി ചേട്ടൻ കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും ലജ്ജാവതി ആണെങ്കിലും അന്നക്കിളി അങ്ങനെയുള്ള പാട്ടുകളിലൂടെയാണ് പ്രേക്ഷകർ കൂടുതലും ശ്രോതാക്കൾ കേട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിനിടയ്ക്കാണ് ഇങ്ങനൊരു ഫോക്കിഷ് സോങ് ജാസി ചേട്ടൻ്റെ വോയിസിൽ വന്നപ്പോൾ അത് എനിക്കും കൂടി അതൊരു ആഡഡ് എന്താണ് പ്രയോജനം ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവിതത്തിൽ എന്തെങ്കിലും തോന്നിയിരുന്നോ ഇങ്ങനെ ഒരു ഒരു എന്താണ് സിനിമയിൽ സെലിബ്രിറ്റി? സിനിമ മാത്രമല്ല, സെലിബ്രിറ്റി ആകുക. ഇപ്പോൾ സെലിബ്രിറ്റി എനിക്ക് തോന്നുന്നു ഒരു വർഷം ഏറ്റവും കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുന്നത് അഖിലയാണ്. അങ്ങനെയില്ല, എല്ലാവരും ബിസിയാണ്. എല്ലാവരും ഓരോ രീതിയിൽ ബിസിയാണ്. ഒരുപാട് പാട്ടുകാരുണ്ട്. ഞാൻ 2006 അശ്വാരൂഢൻ റിലീസ് ചെയ്യുന്നത്. ആ സമയത്ത് ഇത്രത്തോളം റിയാലിറ്റി ഷോ ഒന്നും അങ്ങനെ ഈ ഒരു ട്രെൻഡിലോട്ടൊന്നും വന്നില്ല. ചെറിയ ചെറിയ മത്സരങ്ങൾ ഞാനും വോയിസ് ഓഫ് ദ വീക്ക് എന്ന് പറഞ്ഞൊരു ഉം. പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫൈനലിസ്റ്റാണ്. ഉം, ഉം. പക്ഷെ അന്നൊന്നും ഇത്രത്തോളം പോപ്പുലാരിറ്റി ഇല്ല. ചാനൽ ഷോസിനും ഉം, ഉം. മ്യൂസിക് ഷോസിനും റിയാലിറ്റി ഷോ ഇല്ല. അപ്പോൾ സെലിബ്രിറ്റി അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുമില്ല. ഇപ്പോഴും സെലിബ്രിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം ആഗ്രഹിച്ചിരുന്നോ വലിയൊരു ഫേമസ് സിംഗർ ആ, ആവണം? തീർച്ചയായിട്ടും പാട്ട് കുട്ടിക്കാലം തൊട്ടേ ഇഷ്ടമുള്ളത് കൊണ്ടും അച്ഛനും അമ്മയ്ക്കൊക്കെ ഒത്തിരി ഉം, ആഗ്രഹമായിരുന്നു. ഉം. ക്ലാസിക്കൽ മ്യൂസിക് കൂടുതൽ പഠിക്കണം, കർണാട്ടിക് പഠിച്ച് കച്ചേരികളൊക്കെ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു അച്ഛന് കൂടുതൽ താല്പര്യം. ആരായിരുന്നു ഗുരു? സരസ്വതി അമ്മാൾ ആണ് ഉം, ഉം. ആദ്യ ഗുരു. ഞാൻ 5 വയസ്സ് തൊട്ട് സരസ്വതി ടീച്ചറടുത്ത് ഉം, കർണാട്ടിക് മ്യൂസിക് പഠിച്ചു ഉം. തുടങ്ങി.
കുഞ്ഞിലെയൊക്കെ നഴ്സറി സ്കൂളിലൊക്കെ പോകുമ്പോൾ പാടും. അതൊക്കെ കേട്ടിട്ടാണ് അച്ഛനും അമ്മയും അങ്ങനെ പഠിപ്പിക്കാൻ വിട്ടത്. ഉം. അപ്പോൾ പിന്നെ അത് സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചു. കച്ചേരികളൊന്നും അങ്ങനെ അങ്ങനെ ഡീപ്പായിട്ട് ചെയ്യാൻ അങ്ങനെയൊന്നും അറിയില്ല. ആ ഒരു ചെറിയ പ്രായത്തിൽ ടീച്ചറുടെ സപ്പോർട്ടോടു കൂടി കുറച്ച് അമ്പലങ്ങളിലൊക്കെ പ്രോഗ്രാംസ് സ്കൂൾ ചെയ്തിരുന്നു. കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? പങ്കെടുത്തിരുന്നു. യൂത്ത് ഫെസ്റ്റിവലൊക്കെ പങ്കെടുത്തിരുന്നു. പക്ഷെ അങ്ങനെ അന്ന് ഈ കലാതിലകം, കലാപ്രതിഭ ആ ഒരു റേഞ്ച് അത്രത്തോളൊന്നും ആയിട്ടില്ല. ഉം. സ്കൂളിൽ നിന്ന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അന്നൊക്കെ ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാലല്ലേ സ്റ്റേറ്റിലേക്ക്. ഉം. ഇപ്പോഴും അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ, അത്രയ്ക്കൊന്നും ഉം. അത്രയും സ്റ്റാറൊന്നും ആവാൻ പറ്റിയിട്ടില്ല. പക്ഷെ സ്കൂളിൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഒരു പ്രധാന സ്കൂളിലെ ഒരു പ്രധാന പാട്ടുകാരി. പാട്ടുകാരി. അതുകൊണ്ടുള്ള അത് ഒരു കൺസിഡറേഷനാണ് ടീച്ചേഴ്സൊക്കെ തരുകയും ചെയ്യുന്നത്. അതെനിക്ക് 1-ാം ക്ലാസ് തൊട്ടേ അത് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ടൊരു 10ാം ക്ലാസ് ആ. വരെയും സ്കൂളിൽ വലിയ ഫങ്ഷൻസോ അങ്ങനെ എന്തെങ്കിലും സെലിബ്രിറ്റീസ് വരുന്ന ഫങ്ഷൻസൊക്കെ വരുമ്പോൾ എനിക്കൊരു പാട്ട് പാടാനുള്ള ഉം. അവസരങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പെരുമ്പാവൂർ ജിയാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഭാഗ്യലക്ഷ്മി ടീച്ചർ, സരസ്വതി ടീച്ചറുടെ മകളാണ് ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി. അപ്പോൾ ഭാഗ്യലക്ഷ്മി ടീച്ചർ ക്ലാസ്സൊക്കെ ട്രിവാൻഡ്രത്ത്, ഞാൻ ട്രിവാൻഡ്രത്താണ് ജനിച്ച് വളർന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ ടീച്ചർ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ ഭാഗ്യ ടീച്ചർ അടുത്താണ് ഞാൻ പിന്നീട് പഠിച്ചത്. പിന്നെ പെരുമ്പാവൂർ സാറടുത്ത് വളരെ കുറച്ച് കാലം ക്ലാസ്സിൽ പോയിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും സാർ ഡൗട്ട് ചോദിക്കാനോ എന്തെങ്കിലും പാട്ട് പഠിക്കാനോ ഒക്കെ സാറിനെ എപ്പോൾ വിളിച്ചാലും ആ, വളരെ ആ, ഏ, വളരെ സപ്പോർട്ടോടുകൂടി ക്ലാസ്സിൽ എന്താണ് ഈ പെരുമ്പാവൂർ ജിയുടെ പ്രത്യേകത? നമ്മൾ ഗുരുക്കന്മാർ അല്ലെങ്കിൽ പലയിടത്തും പഠിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് ശരിക്കും? സ്പെഷ്യാലിറ്റി സാർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സ്റ്റുഡൻസിനെ നമ്മളെയൊക്കെ പഠിപ്പിക്കുമ്പോഴും ഒരുപാട് ബുക്സും ഒരുപാട് നൊട്ടേഷൻസും റെഫർ ചെയ്തിട്ടാണ് സാർ ആദ്യം പഠിച്ചിട്ടാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എനിക്കൊന്നും എല്ലാ സ്റ്റുഡൻസും ഇത് തന്നെയായിരിക്കും പറയുന്ന ഒന്നാമത്തെ കാര്യം. സാർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ഒരു അതെ. മ്യൂസീഷ്യനാണ് പെരുമ്പാവൂർ ജി ഇപ്പൊ രവി ഈ തോന്നുന്നു. ഒരു 2 സ്പാൻ ഉണ്ടല്ലോ, അഴകാലിൽ പാടുന്നതും വരെയുള്ള നമ്മുടെ ജീവിതവും അതിനുശേഷമുള്ള അല്ലേ, അതെ, 2 സെഗ്മെന്റ് എന്നായിട്ട് പറയാമല്ലോ നമുക്ക്. തീർച്ചയായിട്ടും. ആ മാറ്റം എന്തൊക്കെയാ? ആ, ഒന്നാമത്തെ മാറ്റം ആ, ഒരു കുട്ടി സെലിബ്രിറ്റി ആയതിൻ്റെ അതെ. അല്ല ഞാനത് ഒരു സ്വന്തമായിട്ട് സെലിബ്രിറ്റി ആവാൻ പുകഴ്ത്തുന്നതല്ല. തെറ്റുണ്ടോ? നല്ലതല്ലേ? അങ്ങനെയല്ല, ഒരു സിനിമയിൽ പാടുന്നു, പാടുക എന്ന് പറയുന്നത് ആരുടെയും ഒരു പാട്ടുകാരി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അന്ന് എനിക്ക് സിനിമയുമായിട്ട് യാതൊരു ബന്ധങ്ങളില്ല. ഉം. ആ, ഒരു അങ്ങനെ ആരെയും പരിചയമില്ല. സിനിമ മേഖലയായിട്ട് യാതൊരു പരിചയമില്ല. അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും ഗവൺമെൻറ് സർവീസിലായിരുന്നു. പക്ഷേ പാട്ട് പഠിക്കുന്നുണ്ട്, സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ അവസരം വരുമ്പോൾ അച്ഛനും അമ്മയും പറയാറുണ്ട്, ഉം. മോൾ പാടും ഒരു അവസരം. അത് എല്ലാ പാരൻസും ചെയ്യുന്ന പോലെ. നമുക്ക് മുന്നോട്ട് വരാൻ റിയാലിറ്റി ഷോസില്ല ഇന്നത്തെ പോലെ. അങ്ങനെ അവസരങ്ങൾ കുറവാണല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്താണ് സാറിൻ്റെ പാട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ തുടർന്നാണ് ഞാൻ എൻ്റെ ഒരു കരിയർ, എൻ്റെ പ്രൊഫഷൻ ഇതാണെന്ന് തന്നെ ഞാൻ തീരുമാനിക്കുന്നത് പോലും അഴകാലിലെ പാടിയതിന് അതൊരു ശേഷമാണ്. ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതെ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഗാനമേളക്കൊക്കെ പ്രശസ്ത പിന്നണി ഗായിക അല്ലേ? അങ്ങനെ ഒരു പേരിന് മുമ്പ് അപ്പൊ കൂടുതൽ ചാൻസസും കിട്ടുമല്ലോ നമുക്ക് തീർച്ചയായിട്ടും, പ്രോഗ്രാമിനൊക്കെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ പ്ലേബാക്ക് സിംഗറാണ്. അതെ. ഇപ്പൊ രണ്ടാമത് പക്ഷെ ആ അന്നത്തെ പോലെയല്ല. ഇപ്പൊ അത്രത്തോളം ഒരു വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാട്ടുകാർ ഒരുപാടുണ്ട്. അത് മാത്രമല്ല, സിനിമയിൽ പാട്ടുകളുടെ ഒരു സ്പേസ് കുറഞ്ഞു ഇപ്പോൾ. പിന്നെ പാട്ടുകൾ കൂടുതൽ ഒരുപാട് പാട്ടുകളുണ്ടല്ലോ സിനിമയിൽ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒരു നമ്മൾ പണ്ടൊക്കെ കേട്ട് വന്ന തരത്തിലുള്ള പാട്ടുകളില്ല. അത് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ, നമ്മുടെ പാട്ടുകാരൊക്കെ അങ്ങനെ പലരും ഒരുമിച്ച് കൂടുമ്പോൾ ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ രവീന്ദ്രൻ മാഷും ജോൺസൺ മാഷും വരെ, അല്ലെങ്കിൽ എം ജി രാധാകൃഷ്ണൻ സാറ്, അതിനുശേഷം വന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ ഇപ്പോഴും ഉണ്ട്. എം ജയചന്ദ്രൻ ചേട്ടനുണ്ട്. ഇപ്പോൾ ജേക്സ് ബിജോയ് നല്ല പാട്ടുകൾ ചെയ്യുന്നു. ദീപക് ദേവ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെ നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. നല്ല പാട്ടുകൾ ഇപ്പോഴും നല്ല പാട്ടുകളുണ്ട്. അതാണ്. പക്ഷെ നമ്മളെ പോലെയുള്ള സിംഗേഴ്സിന് ആ. ഒരു സ്പേസ് ഇപ്പോൾ കുറഞ്ഞു എന്നാണ് എനിക്ക് അത് പുതിയ തോന്നുന്നത്. തലമുറയുടെ പാട്ടിനുള്ള ടേസ്റ്റിന്റെ ഡിഫറൻസ് ആണോ, നമ്മളുടെ പ്രോബ്ലം ആണോ, അതോ അത് അവരുടെ ആരുടെയും പ്രോബ്ലം ഒന്നുമല്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. സിനിമയുടെ ഒരു സ്വഭാവം തന്നെ മാറുമല്ലേ. ഉം.
പഴയ കാലത്തെ സിനിമ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ സിനിമകൾ. അത് അഭിരുചിയാണോ അതോ എങ്ങനെയാണ് അത് മാറ്റം വരുന്നത്? അതിനെക്കുറിച്ച് എനിക്ക് പറയാനറിയില്ല. അപ്പോൾ പുതിയ അത് യങ്സ്റ്റേഴ്സ് വരുന്നു. നമ്മളിപ്പോൾ ഓഫ് സ്ക്രീനിൽ സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന്. എനിക്ക് തോന്നുന്നു അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ ഒരു വ്യത്യാസം ചിലപ്പോൾ ഉം. അറിയാൻ പറ്റില്ലായിരിക്കാം. എല്ലാം ആസ്വദിക്കുന്നവരായിരിക്കുമല്ലോ. അതെ. പക്ഷേ ഒരു ഗ്യാപ്പ് പഴയത് മാത്രം കണ്ട് അല്ലെങ്കിൽ പഴയ പാട്ടുകൾ മാത്രം കേട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ പുതിയ ട്രെൻഡ് ഇഷ്ടപ്പെടണം എന്നില്ല. അതേപോലെ തിരിച്ചും പുതിയ കുട്ടികൾക്ക് പഴയ പാട്ടുകൾ. സ്റ്റേജിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് യു എസിലും യു കെയിലൊക്കെ പോകുമ്പോൾ അവിടെയും മലയാളികൾ ആഗ്രഹിക്കുന്ന അല്ലെ പാടാൻ റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ടുകൾ പഴയ പാട്ടുകളാണോ അതോ പുതിയ തരത്തിലുള്ള പാട്ട്? രണ്ടും ഉണ്ട്. എനിക്ക് എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ പ്രോഗ്രാം മലയാളി അസോസിയേഷൻ ഇന്ത്യക്ക് പുറത്തൊരു പ്രോഗ്രാമിന് നമ്മൾ പോകുന്നു. ഇത് കണ്ടക്ട് ചെയ്യുന്നതും കേൾക്കാൻ പരിപാടി കാണാനായിട്ട് വരുന്നവരും ഒക്കെ ഒരു 80s-ലും 90s-ലും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ കൂടുതൽ അവരുടെ സമയത്തെ പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് അവരുടെ പ്രതികരണം. പുതിയ പാട്ടും എൻജോയ് ചെയ്യും. പുതിയ പുതിയ എവിടം വരെ ഉള്ളത്? എല്ലാം ഇപ്പൊ പുതിയ റാപ്പൊക്കെ എൻജോയ് ചെയ്യുന്നവരുണ്ട്. ഉം. അതൊക്കെ നല്ല ബീറ്റിലല്ലേ പാട്ട് ഉം. പോകുന്നത്. അപ്പൊ ഒന്ന് ഡാൻസ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നവരും ഉണ്ട്. അപ്പം നമ്മുടെ അവിടെ പോകുമ്പം അവിടെയുള്ള യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ പുതിയ തലമുറ എന്ന് പറയുന്ന മലയാളികൾ അവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ളവരുടെ മക്കള് അവർ മുന്നിലിരുന്ന് ഈ ഗാനമേള അത് ആസ്വദിക്കുകയോ കുറവാണ്. പുതിയ കുട്ടികൾക്ക് അങ്ങനെ അവർ എനിക്ക് തോന്നുന്നു പിന്നിൽ കാണാറുണ്ടോ അവരെ? അതും കുറവാണെന്നാ തോന്നിയിട്ടുള്ളത്. അപ്പം അവര് പൊതുവെ ഇല്ല. പൊതുവേ ഇല്ല. അവർക്ക് ഇങ്ങനെ ഒരു എന്തുകൊണ്ടായിരിക്കും? എല്ലാം മാറി വരല്ലേ. സിനിമയുടെ സ്വഭാവം തന്നെ മാറി. അപ്പൊ പിന്നെ പാട്ടുകള് സിനിമയാണോ ആസ്വാദന മാറിയത്? തലമൊക്കെ മാറിയില്ലേ. അതെ, അതുകൊണ്ടായിരിക്കാം. സിനിമയാണോ മാറിയത് അതോ കാഴ്ചക്കാരുടെ പെർസ്പെക്റ്റീവ് ആണോ മാറിയത്? നമ്മൾ കൊടുക്കുന്ന പോലെ ആയിരിക്കും തിരിച്ച് ഓഡിയൻസിന്റെ. ഇപ്പോൾ ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ആരാണ് ഉദ്ദേശിച്ച് ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പൊ സിനിമയുടെ കാര്യം എനിക്ക് തോന്നിയ കാര്യമാണ്. സിനിമ ഇപ്പോൾ സാറ് ചെയ്ത ദേശാടനമൊക്കെ ഇപ്പോഴാണ് റിലീസ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഓഡിയൻസിന്റെ പ്രതികരണം എന്ന് സാർ എന്താണ് ഞാൻ വിചാരിക്കുന്നത്? അത് എനിക്ക് തോന്നുന്നു അത് ഇപ്പൊ തിരിച്ചാവോ അല്ലല്ല ഇന്റർവ്യൂ? അല്ലല്ല നല്ലതാണ്, അങ്ങനെ അങ്ങനെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഈ ദേശാടനം റിലീസ് ചെയ്യാനൊക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ എനിക്കിപ്പോഴും അത് യൂണിവേഴ്സലാണെങ്കിൽ അത് കാലത്തെ അതിജീവിക്കുക എന്ന് പറയും. കാലത്തെ അതിജീവിക്കുന്ന സിനിമയാണെങ്കിൽ ഇന്നത്തെ യങ്സ്റ്റേഴ്സും കാണും, കാണും. ഇല്ലെങ്കിൽ അതിജീവിക്കുന്നില്ല. ആ, എന്തുകൊണ്ടാണ് ഷേക്സ്പീരിയൻ നാടകങ്ങൾ ഇന്നും പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും കുട്ടികളൊക്കെ ഇൻട്രസ്റ്റിങ്? പഴയതാണല്ലോ, ഉം. എത്രയും പഴയതാണ്. പക്ഷേ അതിൻ്റെ പല ഇൻസിഡൻസും ഇന്നും കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുകയാണ് അല്ലേ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു കുട്ടികളോട്. അപ്പോൾ ഇന്ന് തലമുറകൾ മാറുന്നതനുസരിച്ച് ഈ അഭിരുചി മാറും. ഉം. പക്ഷേ ആ ബേസ് സംഗീതം ഇപ്പം അതിൻ്റെ ബേസ് ഉണ്ട്. ഉം. ഇപ്പം നമ്മൾ സൗണ്ട് ഓഫ് മ്യൂസിക് കണ്ട ഒരു കാലമുണ്ടല്ലോ, അല്ലെങ്കിൽ കേട്ട കാലമുണ്ട്. ഉം. ഡോറെ മി ഫ സൊലാറ്റിഡോ ആ ഡോഡിയർ എന്നുള്ള പാട്ട് കുട്ടികൾ ഇപ്പോഴും ഗിറ്റാറിൽ പഠിക്കുന്നുണ്ടല്ലോ, ഓർഗനിൽ പഠിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ചെറിയ കുട്ടികൾ റിയാലിറ്റി ഷോയിൽ വന്ന പഴയ പാട്ടുകളാണ് അവരൊക്കെ പാടുന്നത്. യെസ്, ആരും പുതിയ റാപ്പൊന്നും മത്സരത്തിന് പാടുന്നില്ല. അപ്പൊ അതെ. അത് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, ഒരു ഈ അഭിരുചിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ, ബേസൊക്കെ അങ്ങനെ തന്നെ മാറുന്നില്ല. അല്ലേ. അതെ. ഒരു താരാട്ട് പാട്ട് ഇപ്പോഴത്തെ പുതിയ കുഞ്ഞിനെ പാടിയാൽ ഉറങ്ങും അല്ലേ. അതെ. അതുകൊണ്ട് അപ്പം നമുക്ക് ഈ ഞാൻ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇപ്പം അഖിലയുടെ രണ്ടാമത്തെ ഉം. സിനിമയിലെ പാട്ട് ഏതായിരുന്നു? അതും നമുക്ക് അത് ഒന്ന് പാടി തുടങ്ങി. പാടാം. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ, കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കണ്ടു കൊതി പൂണ്ടോ ഗജരാജമേഘജാലം, ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. എൻ്റെ സിനിമയിലെ പാട്ടായതുകൊണ്ട് പറയല്ല, അതിമനോഹരമായി. കാരണം സാറ് തന്ന അതല്ല എനിക്ക് ഇതുവരെ പാടിയതിൽ ഏറ്റവും പ്രിയപ്പെട്ട
അത് മ്യൂസിക്കലി ആണെങ്കിലും അതിൻ്റെ ആ ഒരു മൂഡ് ഭയങ്കര മൂഡാണ്. കാരണം ഒരു പ്രഭാതം എവിടെയോ അമ്പലത്തിലേക്ക് ഒരു എഴുന്നള്ളിപ്പ് പോകുന്ന ആനകളൊക്കെ നമ്മൾ മനസ്സിൽ വരും. അതെ ഇത് ജെയ്സൺ മ്യൂസിക് ചെയ്ത് ജേസൺ ജേസൺ ജെ നായർ നായർ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ആ സിനിമ. ആ സിനിമ. ആ പിന്നെ PC അരവിന്ദനാണ് ലിറിക്സ്. അതെ അരവിന്ദൻ കൂടുതലും ഇതാണ് ഡിവോഷണൽ സോങ്സ് ഒക്കെ ആ ആ എഴുതുന്നത്. ആ അപ്പം ഞാൻ ഓർക്കുന്ന ഈ പാട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു താളത്തിൽ ഒരു പ്രത്യേക ഒരു ശബ്ദം ഇട്ടിട്ടുണ്ട്. ഉം. ആ ശബ്ദം എൻ്റെ മോൻ വളരെ ചെറിയ കുഞ്ഞായിരുന്നപ്പം അവൻ ആ സമയമാകുമ്പോഴത്തേന് ആനയുടെ ഒരു തുമ്പിക്കൈ ചീറ്റി ഇങ്ങനെ വെള്ളം ചീറ്റുന്ന ഒരു ഷോട്ട് ഉണ്ട്. അപ്പം അത് കറക്റ്റ് അവനെ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പം ആ ശരി. കറക്റ്റ് താളത്തിൽ അപ്പം അവനിൽ സംഗീതം ഉണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്ന മൊമെൻ്റ് അതായിരുന്നു. ആഹാ. ആ കറക്റ്റ് ബീറ്റിൽ വരുമ്പോൾ ആ ശബ്ദം വരും. ഈ പാട്ട് വിഷ്വൽ ആണെങ്കിലും എല്ലാം അമ്പലം ചുറ്റിപ്പറ്റി അതെ, ആനയെ എഴുന്നള്ളിക്കാനൊക്കെ കൊണ്ടുപോകുന്ന ഒരുക്കുന്നു ആനച്ചന്തെന്നാണ് സിനിമയുടെ പേര്. ആനച്ചന്തം. അതെ, ഈ സിനിമ വിഷ്വൽ കാണാതെ പാട്ട് കേട്ടാലും ഇത് തന്നെയാണ് അതെ, മനസ്സിൽ ശരിക്കും വരുന്നത്. അതെ, ശരിക്കും അതെ. ഭയങ്കര രസമാണ് ആ ഒരു അമ്പലവും ലിറിക്സും. കേരളവും ആ ഒരു രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ പാട്ടിലുള്ളത്. ജെയ്സൺ എന്തുകൊണ്ട് പിന്നീട് അധികം സിനിമകൾ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ജെയ്സൺ നല്ല കോമ്പോസിഷനാണ്. അത് വളരെ അപൂർവമായിട്ടുള്ള അങ്ങനെ ഒരു കൂടിച്ചേരൽ വരുന്നുള്ളൂ. പിന്നെ PC അരവിന്ദൻ ഭയങ്കര ഭക്തനാണ്. ആ ഒരു ഭക്തിയും ഫീൽ ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഇതൊക്കെ ചേർന്ന് വരുന്നു. അതൊരു അപൂർവമായിട്ട് നമുക്ക് കിട്ടുന്ന ഭാഗ്യം അല്ലേ? ഈ പാട്ടിന്റെ മെയിൽ വേർഷൻ പാടിയിരിക്കുന്നത് വേണുചേട്ടനാണ്. വേണുചേട്ടനാണ്. അതാണ് ടൈറ്റിൽ സോങ് ആയിട്ട് വന്നത്. അന്ന് സാറിനെ വിളിക്കുമ്പോൾ പറഞ്ഞിരുന്നു, അതെ, അതെ, ഇത് ഫീമെയിൽ വേർഷൻ അതെ. കാസറ്റിലും CD-യിലും മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നാലും നല്ലൊരു പാട്ടാണ്. അകലെ ഉണ്ടാവണം ആ പാട്ടില്. അതെ ആ, അതൊരു വേണുവിന്റെ ശബ്ദത്തിന് ആ ഒരു സുഖമുണ്ട് അല്ലേ? വേണു പാടുന്ന അതെ 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 പാട്ടുകൾക്കും അതെ അതെ ഹിറ്റായ പാട്ടുകൾക്കൊക്കെ അതെ ഒരു അതെ ഒരു ആർദ്രതയുണ്ട്. ഞാൻ അതെ പലപ്പോഴും എന്താണ് അഭിപ്രായം? ഫ്രണ്ടുമാണ് അല്ലേ അതെ നിങ്ങള്? വേണുചേട്ടൻ കുറേ പ്രോഗ്രാംസിന് എന്നെ കൂടെ വിളിക്കാറുണ്ട്. ഉം. ഒത്തിരി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. വേണുചേട്ടൻ്റെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി മാത്രം വരുന്ന ഓഡിയൻസ് ഉണ്ട്. ഓ, കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ചന്ദനമണിവാതിലാണെങ്കിലും ഉണരുമീ ഗാനം, താനേ പൂവിട്ടും എല്ലാം ആ ഒരു നമുക്ക് എന്താ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒന്നാം രാഗം ഒന്നാം രാഗം അങ്ങനെ കിടക്കാണ്. ആ വോയിസിൽ ഒരുപാടുണ്ട്. തന്നെ അതെ, അതുണ്ട് നമുക്ക്. എന്തോ ഭയങ്കര നമ്മളെ അല്ലേ അതെ തലോടി ഉറക്കുന്ന അതെ പോലെ അതെ തോന്നും. അതെ എനിക്ക് എപ്പോഴും അത് ഭയങ്കര അപൂർവമാണ് ആ ശബ്ദം. അതെ ഭരതേട്ടൻ്റെ ഒരു പടത്തിലും മാളൂട്ടിലും പാടിയിട്ടുണ്ട്. ആ എനിക്ക് അന്ന് ആ റെക്കോർഡിങ്ങിനൊക്കെ ഉണ്ടായിരുന്നു. അതേത് ഒരു പാട്ടാണ്? സ്വർഗങ്ങൾ സ്വപ്നം അതെ. കാണും, ഡുവറ്റ് ആണ്. അപ്പം ഈ മൂന്നാമത് ഏതായിരുന്നു ഓപ്പർച്യൂണിറ്റി? സിനിമ ആ സമയത്ത് കുറേ ഗ്യാപ്പിന് ശേഷം ഡബ്ബിംഗ് സിനിമകൾ അന്ന് കുറേ തെലുങ്കിൽ നിന്ന് അല്ലു അർജുൻ സിനിമകളൊക്കെ ഡബ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ പാട്ട് അല്ലു അർജുൻ്റെ സിനിമകളിലും അങ്ങനെ കുറേ ആ സമയത്ത് തെലുങ്കിൽ ഹിറ്റായ സിനിമകളൊക്കെ മലയാളത്തിലേക്ക് ഡബ് അതിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാട്ട് അല്ലു അർജുൻ ആയതുകൊണ്ട് മലയാളത്തിൽ ഒരുപാട് അല്ലു അർജുൻ ഫാൻസ് ഉണ്ട്. പക്ഷേ ലിറിക്സ് ഒക്കെ തട്ടിക്കൂട്ടി ലിറിക്സ് ആയിരിക്കും. അതിപ്പോൾ പറയുന്നത് ശരിയല്ല, എന്നാൽ ആ ലിപ് മൊമെൻറ്റും അതൊക്കെ അനുസരിച്ചായിരിക്കും ഒരു ട്യൂണൊക്കെ സെയിം ആയിരിക്കുമല്ലോ, അപ്പോൾ ട്യൂണൊക്കെ ആൾക്കാർക്ക് സെയിം. പെട്ടെന്ന് പിക്ക് ചെയ്യാം. ഹാപ്പിയിലൊരു ഫൈറ്റ് സോങ് ആണ്. ഉം. വരികളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരി വരും. അങ്ങനെയാണ് ലിറിക്സ്. പോക്കിരിയെ ഐ ഹേറ്റ് യു, പീക്കിരി ചെക്ക ഹേറ്റ് യു, അങ്ങനെ അങ്ങനെ ഹേറ്റ് യു എന്ന് പറഞ്ഞൊരു പാട്ട്. പിന്നെ പക്ഷെ ഭയങ്കര ബണ്ണി, ഹിറ്റാണ് തെലുങ്കിലൊക്കെ അല്ലേ? അതൊക്കെ ഹിറ്റാണ്. മലയാളത്തിലും ആ സമയത്ത് ഹിറ്റാണ്. ബണ്ണിയിലും അതുപോലെ ഒരു പാട്ട് പാടി. ബോസ് ഐ ലവ് യു, അങ്ങനെ കുറച്ച് ഉം. മൊഴിമാറ്റം ചെയ്ത സിനിമകൾ പാടി. അപ്പോഴാണ് ഡബ്ബിംഗ് ഫീൽഡിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവൻ ചാണ്ടിയുടെ മകൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഹീറോയിന് കുറച്ചേ ഉള്ളൂ, ഹീറോയിൻ്റെ ശബ്ദം കൊടുക്കാൻ കുറച്ച് സീൻസേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡബ്ബിങ്ങിന് ട്രിവാൻഡ്രം വിസ്മയ സ്റ്റുഡിയോയിൽ ഡബ്ബിങ്ങിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ പൃഥ്വിരാജ് ആ സമയത്ത് ഡബ് ചെയ്യാൻ വന്നു. അപ്പോൾ ആ ബ്രേക്ക് സമയത്ത് പുള്ളി വന്നപ്പോൾ ഞാൻ പുറത്തിറങ്ങി നിന്നു. ചായ കുടിക്കുന്ന എന്തോ സമയപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ തൊട്ടടുത്ത സ്റ്റുഡിയോയിൽ അലക്സ് പോൾ സാറിൻ്റെ ബാബ കല്യാണിയാണെന്ന് തോന്നുന്നു, അതിൻ്റെ റെക്കോർഡിങ് നടക്കുകയാണ്. അപ്പോൾ ആളും പുറത്തേക്ക് വന്നു ആ സമയത്ത് ചായയുടെ ടൈമായപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഇത് സിംഗറാണ്, പൃഥ്വിരാജാണ് ഇങ്ങനെ അലക്സ് പോൾ സാറിനോട് പറയുന്നത്, ഈ പുള്ളിക്കാരി പാട്ടൊക്കെ പാടുന്ന ആളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പോൾ പറഞ്ഞു ബ്രേക്ക് ടൈം ആകുമ്പോൾ ഒന്ന് സ്റ്റുഡിയോയിലോട്ട് വന്നോ, പഠിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അലക്സ് പോളിനെ അപ്പോൾ പരിചയപ്പെടുന്നു. അങ്ങനെ ഹലോ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയൊരു ഭജൻ
പോർഷനുണ്ട്. മഞ്ജരിയും ഞാനും പിന്നൊരു ആൻഡ്രിയ എന്ന് പറഞ്ഞൊരു സിംഗറും ചേർന്ന് ഉം. പാടുന്നൊരു ഭജൻ. അത് ആ സിനിമയിലെ ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴൊക്കെ അവരുടെ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന്, ഒരു മാർവാടി കുടുംബമാണ്, അപ്പോൾ ഉം. അവരെല്ലാവരും കൂടി ഇരുന്ന് ഭജന ഉണ്ട്, ഭജൻ പാടുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് ഉണ്ട്. 1 മിനിറ്റിൻ്റെ ഒരു ഭജനേ ഉള്ളൂ. അതാണ് പിന്നീട് അത് കിട്ടുന്ന ഒരു ഓർമ്മയുണ്ടോ അത്? അയ്യോ घुंघर बांध मीरा नाची रे झन झननन झन झननन घुंघर बांध मीरा नाची रे. വരിയൊക്കെ മറന്നുപോയി. അങ്ങനെ ജസ്റ്റ് ആ ഒരു മഞ്ജരിയാണ് ആ മെയിനായിട്ട് മനസ്സിലായി. പാടുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഭജൻ. അപ്പൊ ഒരു അതിനുശേഷം ബ്രേക്ക് ഭയങ്കര ഗുണമായിട്ട് വന്നു അല്ലേ? ഒരു ആ, ഡബിങ് ബ്രേക്ക് കിട്ടുന്ന ഒരു ചായ കുടിക്കുന്ന ബ്രേക്ക് ഒരു അതെ അതെ, ആ പാട്ടിലേക്ക് ഡ്രൈവ് ബ്രേക്ക് ചെയ്ത്. അത് തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ അതെ അതെ പറ്റുന്നതും. അതെ. അവസരത്തിന് വേണ്ടി ഞാൻ അടുത്ത സ്റ്റുഡിയോയിലോട്ട് പോയി. എന്നോട് ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ഏതാ പാടിയതൊന്നും ഓർമ്മയില്ല. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് നമ്പറൊക്കെ വാങ്ങി വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അന്ന് അലക്സ് പോൾ സാറിനെ പരിചയപ്പെട്ടത്. എല്ലാം ഒരു കോയിൻസിഡൻസ് ഉം. പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ചേർത്ത് വെക്കുമ്പോഴായിരിക്കാം എനിക്കൊരു പാട്ട് ഒരു അവസരം കിട്ടിയതെന്ന് അന്നും ഇന്നും ഞാൻ അങ്ങനെയാണ് ഈ അലക്സ് പോളിനെ വിശ്വസിക്കുന്നത്. കണ്ട പോലെ ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ചെറിയ ചെറിയ ഉം, അങ്ങനത്തെ മൊമെന്റ്സ്. അങ്ങനെ പിന്നീട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഓരോ പാട്ട് കഴിയുമ്പോഴായിരിക്കാം ചിലപ്പോൾ അടുത്ത അവസരങ്ങൾ വരുന്നത്. മിക്കവാറും ഈ ഭജന എല്ലാ കഴിഞ്ഞതിന് ശേഷം ഏതാ പാടിയത് നെക്സ്റ്റ്? അതൊരു ചെറിയൊരു പോർഷനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ചോക്ലേറ്റിൽ അലക്സ് പോളിൻ്റെ പാട്ട് തന്നെ, ചോക്ലേറ്റിലൊരു കൽക്കണ്ട മലയെ ഒറ്റയ്ക്ക് നുണയാൻ തുടങ്ങുന്നൊരു പാട്ട്. അപ്പോൾ അത് പാടാൻ ആദ്യം ഞാൻ വിചാരിച്ചു ട്രാക്കായിരിക്കും പാടിപ്പിക്കുന്നത്. എന്നോട് പറഞ്ഞത് റീമി ആയിരിക്കും അത് പാടുന്നത്, ജസ്റ്റ് പാടി നോക്കാം എന്ന് പറഞ്ഞു. എന്നാലും 2 വോയിസ് ഉണ്ട്, അതിനകത്ത് 3 ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തായാലും 2 വോയിസ് എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു. റീമി ആയിരിക്കും മെയിൻ പാടുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പാടി. അത് അതാണ് ഒരു കൽക്കണ്ട. ലൈൻ ആ, പാടാല്ലേ? ഉറപ്പായിട്ടും. വയലാർ ശരചന്ദ്രവർമ്മയാണ് വരി എഴുതിയിരിക്കുന്നത്. കൽക്കണ്ട മലയെ ഒറ്റയ്ക്കു നുണയാൻ വന്നുണ്ടി കൊതിക്കുറുമ്പൻ, തേനുള്ള മരത്തിൻ കൊമ്പത്തു കയറാൻ മോഹിച്ച പുള്ളിയുറുമ്പൻ, പഞ്ചാര കണ്ണുണ്ടേ കൊച്ചു നുണക്കുഴി ഒന്നുണ്ടേ ചുണ്ടത്തു മുല്ല ചെണ്ടുണ്ടേ. ഒരു പെപ്പി സോങ് ആണ്. കോളേജിലേക്ക് പൃഥ്വിരാജ് ഈ പഠിക്കാൻ വിമൻസ് വരുന്ന മാത്രം സമയത്ത്. പഠിക്കുന്ന കോളേജിലേക്ക്, ലേഡീസ് ഉള്ള കോളേജിലേക്ക് ഉം. പുള്ളി വരുമ്പോൾ എല്ലാവരും കൂടി കളിയാക്കി പാടുന്ന ഒരു പാട്ട്. സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ എന്താണ് ആൾക്കാർ കൈയടിക്കുകയും അല്ലെങ്കിൽ കൂടെ നമുക്കൊരു എനർജി തോന്നുന്ന പാട്ട് ഏതാ സാധാരണ? അഴകാലിൽ തന്നെയാണ്. ആണോ? അതെ. ഇപ്പോഴും ആ പാട്ടിന് ആ, ആരാധകരുണ്ട്. ആണല്ലേ? ഇപ്പോഴും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാനൊരു പ്രോഗ്രാമിന് ആ പാട്ട് പാടിയില്ലെങ്കിൽ കുറച്ച് പേരൊക്കെ ചോദിക്കും, അയ്യോ എന്തുകൊണ്ടാണ് ആ പാട്ട് പാടാത്തത്, അത് ഞങ്ങൾ പ്രതീക്ഷിച്ചാണ്, ഒരു 4 വരിയെങ്കിലും പാടണം എന്നൊക്കെ റിക്വസ്റ്റ് വരാറുണ്ട്. ശ്യാമവാനിൽ പാടാറുണ്ടോ? കുറവാണ്. ആം, എന്നാലും അഴകാലില്ല എല്ലാവർക്കും ഒരേപോലെ എല്ലാവർക്കും ഇഷ്ടം. ഈ 4 അല്ലെങ്കിൽ ഈ പറഞ്ഞ ചോക്ലേറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഗ്രോത്ത് എങ്ങനെയായിരുന്നു പിന്നീട് മുമ്പോട്ട്? പിന്നീട് കുറച്ച് സിനിമകൾ പാടി, പക്ഷെ അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. ഫിഡിൽ എന്ന് പറഞ്ഞൊരു സിനിമയിൽ പാടി. എസ് ജയനാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അതിൽ പാട്ട് സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പാട്ട് ശ്രദ്ധിക്കപ്പെട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ? കുറവാണ് അങ്ങനെ സിനിമ. സ്- അധികം താരങ്ങളൊന്നും വലിയ ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ പല സിനിമകളും ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പാട്ടുകളും ശ്രദ്ധിക്കപ്പെടാതെ കുറേ പാട്ടുകൾ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നീട് 2010 എം ജയചന്ദ്രൻ മ്യൂസിക് ചെയ്ത് എൻ്റെ ചിത്തിരത്താമരത്തുമ്പി തുടങ്ങുന്നൊരു പാട്ട്, 4 ഫ്രണ്ട്സ് സിനിമയുടെ പേര്. കൈതപ്രം തിരുമേനിയാണ് വരികൾ എഴുതിയത്. ആ പാട്ടിനൊരു പ്രത്യേകത, എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ട്, മറ്റൊരു ഭാഗ്യം. ദാസാറിനോടൊപ്പമാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ദാസാറും വിജയും പാടിയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും ചേർന്നാണ് ആ പാട്ട്. അത് പാടുന്ന സമയത്ത് ദാസേട്ടൻ ഇല്ല ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല, അന്ന് പാടുന്ന സമയത്ത് ഡുവറ്റാണെന്നറിയാം, പക്ഷേ എൻ്റെ പോർഷൻ മാത്രം ഞാൻ പാടി. മെയിൽ പോർഷൻസ് ആരാ പാടുന്നതെന്നൊന്നും ഒരു തീരുമാനമായിരുന്നില്ല അന്ന്. പിന്നീട് പാടിക്കഴിഞ്ഞതിന് ശേഷമാണ് ദാസാറാണ് അതിൻ്റെ പല്ലവി പാടുന്നത്. പിന്നെ അനുപല്ലവി തൊട്ട് വിജയ് യേശുദാസും വിജയും കൂടി ജോയിൻ ചെയ്തു. അതിലും 3-4 ഹീറോസ് ഉണ്ട്. അപ്പം നായകന്മാർക്ക് വേണ്ടി 2
ടോൺ യൂസ് ചെയ്തു. ദാസേട്ടൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് അങ്ങനെ അടുത്ത് സംസാരിക്കുകയോ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ശരിക്കും ആരാധിക്കുന്ന ഒരാള് നമ്മുടെ ഡ്യുവറ്റായിട്ട് നമ്മുടെ അത് ശബ്ദത്തിന്റെ അതെ കൂടെ അതെ വരുമ്പോൾ ഒരു വലിയൊരു അനുഭവമാണ് അത് അല്ലേ? തീർച്ചയായിട്ടും ഞാനത് എല്ലാ പ്രോഗ്രാംസിനും അഴകല്ല പാടുന്ന പോലെ തന്നെ ഈ പാട്ട് ഞാൻ പാടാറുണ്ട്. അപ്പോൾ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഞാനൊരു തുടക്കക്കാരിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളുടെ കൂടെ ഇത്രയും വലിയൊരു ലെജൻഡിൻ്റെ കൂടെ ഒരു നേരിട്ട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ട് അധികം സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല, സ്റ്റേജിലും കൂടെ പാടാനുള്ള അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു സിനിമയിലൂടെ അത് ആ പാട്ട് കിട്ടി. ഒന്ന് കേൾക്കാൻ. തീർച്ചയായിട്ടും ആ പാടാം. എൻ്റെ ചിത്തിരത്താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം, ഇലക്കൂട്ടിലേ കളിക്കൊഞ്ചലേ നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന, കണ്ണുവാലിട്ടെഴുതാൻ തത്ത, വിരുന്നേകുവാൻ പിറന്നാൾ കിളി, എൻ്റെ ചിത്തിരത്താമര തുമ്പി. നല്ല രസമുള്ള പാട്ടാണ്. നല്ല നല്ല എപ്പോഴും നമുക്കത് ഒരു വല്ലാത്തൊരു എന്താണ് ഒരു തരാട്ട് പാടി അതെ, ഉറക്കുന്ന ഒരു അതിന്റെ കുട്ടി അതേ. ഒരു ഒരു കുട്ടിയുടെ പിറന്നാളാണ് ആ ഒരു സിറ്റുവേഷൻ വരുന്നത്. ജയേന്ദ്രന്റെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു നമ്മുടെ ട്രഡീഷനുമായിട്ട് ചേർന്ന ജയേന്ദ്രന്റെ പാട്ടുകളൊക്കെ അതെ എപ്പോഴും കമ്പോസ് ചെയ്യപ്പെടുന്നത്. അപ്പം നല്ല ഫീലാണ് ഏറ്റവും ഒരു അല്ലേ? അതെ ഈ ജാസി നിങ്ങൾ ഒന്നിച്ച് സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ പാടിയിട്ടുണ്ട്. അല്ലേ? പെർഫോം ചെയ്യുന്ന സമയത്ത് ഉം. ജാസി എങ്ങനെയാണ് ആ സ്റ്റേജ് എങ്ങനെയാണ് ജാസിയുടെ നിങ്ങൾ ഒന്നിച്ച് പാടുമ്പോൾ മാത്രമല്ല ടോട്ടലി ജാസി എങ്ങനെയാണ് സ്റ്റേജിൽ? ജാസ്റ്റേൻ്റെ ശബ്ദത്തിൻ്റെ ആരാധകർ ഒരുപാടുണ്ട്. അപ്പോൾ അദ്ദേഹം വരുമ്പോഴേ ലജാവതി ആദ്യം തൊട്ടേ റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കും. എന്നാലും ഈ ഒരു ചാറ്റ് ജാസ്റ്റേട്ടനുമായിട്ട് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ അധികം സംസാരിക്കുന്ന ഒരു ആളല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ കുറേ മാറി, മിങ്കിൾ ചെയ്ത് ഇൻറ്ററാക്ട് ചെയ്ത് ഓഡിയൻസുമായിട്ട് കുറേ സംസാരിച്ചിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. പക്ഷെ എന്നാലും വന്ന് അങ്ങ് ആളുടെ അഴകാലിലെയാണ് ആദ്യം തുടങ്ങുന്നത് പാടാൻ പ്രോഗ്രാമിന്. അപ്പോൾ തന്നെ ഓഡിയൻസ് അതെ, ജാസി ചേട്ടൻ കൊച്ചിയിലൊരു പ്രോഗ്രാമിന് അഴകാലില വീണ്ടും പാടിയിരുന്നു. അത് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അത് ആദ്യം കണ്ട് റെക്കോർഡായിട്ട് കാണാറുണ്ട്. അത് ഭയങ്കര വൈറലായി, വളരെ ഹിറ്റായി. അതിന് ഒരുപാട് പേര് പാടിയതിനെ കൂടുതൽ ജാസി വന്ന് പെട്ടെന്ന് പാടി. അതെ, അത് ഒത്തിരി പേര് ഒത്തിരി ഷെയർ പോയി, ഒത്തിരി വൈറലായി ആ വീഡിയോ, ആ ഒരു പെർഫോമൻസ്. അധികം മ്യൂസിക് ഡയറക്ടേഴ്സും സിംഗേഴ്സും ഉള്ള പരിപാടിയായിരുന്നു കൊച്ചി മ്യൂസിക് ഫ്രട്ടേണിറ്റി. അതിൻ്റെ എന്തോ. ജാസി എങ്ങനെയാണ് ബാക്ക് സ്റ്റേജിൽ എങ്ങനെയാണ് ജാസി? തമാശകളൊക്കെ ഒരുപാട് തമാശ അധികം അങ്ങനെ ഒത്തിരി ബഹളമൊന്നുള്ള തമാശയല്ല. ഭയങ്കര ഹ്യൂമസൻസ്. അതെ അതെ, നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ച് കൗണ്ടർ എന്തെങ്കിലും കിട്ടും. സ്പോണ്ടേനിയസ് ആണ് ജാസിയുടെ. പിന്നെ സീരിയസ് ആയിട്ടാണോ തമാശക്കാണോ പറയുന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. തമാശ മിക്കവാറും സീരിയസ് ആയിട്ടാ പറയുള്ളൂ ജാസി. ഈ ബാക്ക് സ്റ്റേജ് ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് ഈ ഫ്രണ്ട് സ്റ്റേജിന്റെ ഫ്രണ്ട് മാത്രം. ഇതിന്റെ പിന്നിലൊരു തമാശയുണ്ട്. പാടാനിരിക്കുന്നവരും പാടിക്കഴിഞ്ഞവരും ഒന്നിച്ചിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട് ബാക്കിൽ അല്ലേ? അത് പാടിയ ഒരാളുടെ തെറ്റും അതിനെ കളിയാക്കിയിട്ടും അങ്ങനെ ഒരുപാട് രസകരമായ മൂമെന്റ് അങ്ങനെ എല്ലാ സ്ഥലത്തും അത് ഉണ്ടാവാറില്ല. ചില സ്ഥലങ്ങളിൽ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒക്കേഷൻസ് വരാറുണ്ട്. ചിലർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഉള്ളവരുണ്ടാവും. അപ്പോൾ പല രീതിയിലുള്ള ബാക്ക് സ്റ്റേജ്. അങ്ങനെ ഈഗോ ഉണ്ടെങ്കിൽ ആ സ്പേസ് മാറിയിരിക്കുകയോ ചെയ്യുമോ അതോ? മാറിയിരിക്കുമോ അങ്ങനെയില്ല, പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു മനസ്സിലാവുമല്ലോ. പക്ഷെ ജാസി ചേട്ടനെ പോലുള്ള ഒരാള് എവിടെയും എല്ലാ സ്ഥലത്തും അവിടെ ഈ വേർതിരിവുണ്ടോ? അതായത് യങ്സ്റ്റേഴ്സ്, പുതിയ സിംഗേഴ്സ്, പഴയ സിംഗേഴ്സ്, അങ്ങനെയുള്ളൊരു ഒരു വെറുതെ ചോദിക്കുകയാണ്. അല്ല, അത് ഓരോരുത്തരെ അനുസരിച്ച് മാറും. ചിലർക്ക് ചിലപ്പോൾ സീനിയർ എന്നുള്ളൊരു സ്വയം ഞാൻ സീനിയർ ആണ് എന്ന് വിചാരിച്ച് മാറിയിരിക്കുന്നവരുണ്ടാവാം. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ SPB സാർ തന്നെ ഒരു എക്സാമ്പിളാണ്. SPB സാറ് എത്ര പുതിയൊരു കുട്ടി പാടാൻ വന്നാലും വളരെ
സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു ലെജൻഡ് തന്നെയാണ്. നിങ്ങൾ എനിക്ക് എവിടെയൊക്കെയാണ് പെർഫോം എനിക്ക് ചെയ്തിട്ടുള്ളത്? 2 പ്രോഗ്രാംസിന് അദ്ദേഹത്തോടൊപ്പം സ്റ്റേജിൽ ഡുവറ്റ്സ് പാടാനുള്ളൊരു ഏത് ഭാഗ്യം പാട്ടായിരുന്നു? കിട്ടി. ഒന്ന് 2007 അത് ഞാൻ പാടി തുടങ്ങിയതേ ഉള്ളൂ. അശ്വാരൂഢനൊക്കെ പാടി സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്താണ് ഇത്രയും വലിയൊരു സ്റ്റേജും അത്രയും അതെവിടെയായിരുന്നു വലിയ സ്ഥലം? ദുബായിലായിരുന്നു അത്. ഓ ഒരു ഓണം സമയത്തായിരുന്നു. അന്ന് SPB സാറും ഉണ്ട്, ചിത്ര ചേച്ചിയും ഉണ്ട്, പിന്നെ കുറേ സിംഗേഴ്സ് ഉണ്ട്. അന്നത്തെ യങ് ജനറേഷനിലുള്ള കുറേ വിനീത് ശ്രീനിവാസൻ, ദേവാനന്ദ്, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ഏത് പാട്ടായിരുന്നു അന്ന് ഓർമ്മയുണ്ടോ? SPB സാറൂടെ മാങ്കുയിലെ പാടി, ഡുവറ്റ് വേർഷൻ പാടി. പിന്നെ സാർ എല്ലാ സ്റ്റേജിലും റഫി സാബിൻ്റെ ദീവാന ഹുവാ ബാദൽ പാടാറുണ്ട്. അപ്പോൾ ഈ 2 ഡുവറ്റാണ് അന്ന് അദ്ദേഹത്തോടൊപ്പം സ്റ്റേജിൽ. അപ്പൊ അത് രണ്ടും ഒന്ന് അയ്യോ പാടിയായിരുന്നു. കാരണം എനിക്കത് വേറൊന്നുമല്ല, SPB ഓർക്കാൻ വേണ്ടി. നമുക്ക് അത്ര ഇഷ്ടമാണ് SPB. അന്ന് ഞാൻ എങ്ങനെയൊക്കെ പാടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഭയങ്കര ടെൻഷൻ അടിച്ചാണ്. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഇത്രയും വലിയൊരു പുള്ളി ഭയങ്കര ഓ, കംഫർട്ട് സോൺ പക്ഷെ ഉണ്ടാക്കും അല്ലേ? അതെ, നമ്മളിങ്ങനെ വളരെ കംഫർട്ടായി പാടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട്, റിഹേഴ്സൽ ടൈമിൽ നമ്മൾ പാടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞ് തിരുത്തി ആ. വളരെ സപ്പോർട്ടീവായിരുന്നു. അതുപോലെ തന്നെ ബാക്ക് സ്റ്റേജിലും ഉം. ഞാൻ ആദ്യം പാടുന്നതിന് മുമ്പ് സാറിൻ്റെ കാല് തൊട്ട് തൊഴുതു. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴോ ഒരു പ്രാവശ്യം കൂടി, ഇത് എത്ര പ്രാവശ്യമാണ് കാല് പിടിക്കുന്നത്, അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, തമിഴിലാണ് പറയുന്നത്, അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആ കൂളാക്കി. മാങ്കുയിലെ കേൾക്കാം. மாங்குயிலே பூங்குயிலே சேதி ஒன்று கேளு, ஒன்று மாலையிட தேடி வரும் நாள் எந்த நாள், முத்து முத்து கண்ணால நான் சுத்தி வந்த பின்னால, மாங்குயிலே பூங்குயிலே சேதி ஒன்று கேளு, ஒன்று மாலையிட தேடி வரும் நாள் எந்த நாள். മറ്റേ ഒരു ഹിന്ദി അതൊരു റൊമാൻറ്റിക് സോങ്, ആ എല്ലാവർക്കും ഇഷ്ടമുള്ള ആ പാട്ടാണ്. ദീവാന ഹുവാ ബാദൽ, കശ്മീർ കി കലി, ഉം. അതാണ് തോന്നുന്നു സിനിമയുടെ പേര്. ദീവാന ഹുവാ ബാദൽ സാവൻ की घटा छाई, ये देख के दिल चूमा, ली प्यार ने अंगड़ाई, दीवाना हुआ बादल. ഇപ്പൊ കേൾക്കുമ്പോഴും അല്ല, എത്ര അതെ കാലം അതെ കഴിഞ്ഞാലും ആ പാട്ടിനോടുള്ള ഭയങ്കര ഫീലാണ് അത്. SPB സാർ എല്ലാ പ്രോഗ്രാമിനും ഈ പാട്ട് പാടും എന്ന് കേട്ടിട്ടുണ്ട്. ഈ പാട്ട് എസ്പെഷ്യലി എല്ലാ പരിപാടിക്കും ഇത് ഭയങ്കര എൻ്റെ ഒരു റൊമാൻറ്റിക് ഫീലാണ് അതെ അതെ അല്ലേ? SPB ആയിട്ടുള്ള രണ്ടാമത്തെ സ്റ്റേജ് എവിടെയായിരുന്നു? അത് ട്രിവാൻഡ്രത്തായിരുന്നു. അന്നും ചിത്ര ചേച്ചിയും പങ്കെടുത്ത ഒരു പരിപാടിയാണ്, നിശാഗന്ധിയിൽ വെച്ചായിരുന്നു. അതൊരു ചാനൽ പ്രോഗ്രാം, അതും ഒരു ചാനൽ പ്രോഗ്രാമായിരുന്നു. അന്ന് പക്ഷേ ഡുവറ്റ്സ് ഒന്നും പാടാൻ പറ്റിയില്ല. പക്ഷെ സാറിൻ്റെ കൂടെ സാറ് പങ്കെടുത്ത പരിപാടിയിലൊരു പാർട്ടാകാൻ ഉള്ള ഭാഗ്യമുണ്ടായി. ചിത്ര എങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും? തീർച്ചയായിട്ടും ചിത്ര ചേച്ചിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. എനിക്കതാ തോന്നിയിട്ടുള്ളത്. ഇപ്പം ഇതിലൊക്കെ വന്നിരുന്ന റിയാലിറ്റി ഷോയിൽ വന്ന് കമൻസ് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, എല്ലാവരോടും സ്നേഹമാണ് ചേച്ചിക്ക്. അങ്ങനൊരു ഓപ്പോസിറ്റുള്ള ആൾക്ക് വിഷമം തോന്നുന്ന രീതിയിലൊന്നും ഒരു രീതിയിലും സംസാരിച്ചും പെരുമാറിയൊന്നും ഞാനും ചിത്ര കണ്ടിട്ടില്ല. പാടിയിട്ടുള്ള പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? അയ്യോ, അത് ഒരെണ്ണം എത്ര പാട്ടുകളാണ്. എന്നാലും ഒരു ഫേവറേറ്റ് ഉണ്ടാവുമല്ലോ. ശരത് സാറിന് വേണ്ടി പാടിയ പാട്ടൊക്കെ സൂപ്പർബാണ്. ആണല്ലേ? ആകാശദീപമുണ്ട്, മാലേയം, പിന്നെ ഒരു വിഷുപ്പാട്ടിന് വിഷു കിളി കണി പൂ കൊണ്ടുവാ. ശരത് സാറിന് വേണ്ടി പാടിയ എല്ലാ പാട്ടും അത് എനിക്കിഷ്ടമാണ്. ശരത്തിന്റെ കോമ്പോസിഷൻ കൊണ്ടാണോ? ആയിരിക്കാം. അതിന്റെ ഭംഗിയുണ്ട് അല്ലേ? ശരത് ഭയങ്കര രസമുള്ള ഒരു കമ്പോസറാണ്. അധികമൊന്നും ഇല്ല, പക്ഷെ എന്നാലും ചെയ്ത ഭയങ്കര പാട്ടുകളൊക്കെ സിംഗേഴ്സ് പറയാറുണ്ട് ഭയങ്കര പാടാൻ കുറച്ച് ടഫാണ്. ബുദ്ധിമുട്ടാണ് അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കേൾക്കുമ്പോൾ ശ്രീരാഗമോ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എത്ര സിമ്പിളാണ്, പക്ഷെ പാടാൻ ഉള്ളതിൽ വെച്ച് സിമ്പിളായിട്ട് തോന്നുന്ന പാട്ടാണത്. പക്ഷെ പാടുമ്പോൾ അതിൻ്റെ താളമൊക്കെ കുറച്ച് കുറച്ച് ടഫാണ് ഏത് പാട്ടെടുത്താലും. എപ്പോഴെങ്കിലും ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? സാറിൻ്റെ ഒരു സിനിമ ഒന്നും പാടിയിട്ടില്ല.
എന്തോ ഒരു ഡാൻസ് ഡ്രാമ, അതിൽ ഒരു പാട്ട് ഈ അടുത്ത 2-3 മാസങ്ങൾക്ക് മുമ്പാണ് പാടാൻ എന്തെങ്കിലും പറ്റി. കമന്റ് പറഞ്ഞോ സ്വതസിദ്ധമായ സാറ് ശൈലിയിൽ? പിന്നെ അതല്ല, എല്ലാവരോടും എനിക്ക് തോന്നുന്നു ഒരേപോലെയാണ്. കോമഡി ആയിട്ടാണ് പറയുന്നതെന്ന് തോന്നും. നമുക്കങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞാലും അങ്ങനെ ഫീൽ ചെയ്യില്ല ശരത് സാറ് ഭയങ്കര പറയുമ്പോൾ. ഷാർപ്പായിട്ട് അബ്സർവ് ചെയ്യും അല്ലേ? അതെ. പിന്നെ സാറിൻ്റെ കൂടെ സാറിൻ്റെ ബർത്ത്ഡേക്ക് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടൊരു ചെറിയൊരു ബർത്ത്ഡേ ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. അന്ന് സാർ പ്രോഗ്രാം ചെയ്തു. അന്നും സ്റ്റേജിൽ കൂടെ പാടാനായിട്ട് ഞാനും ഉണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ള കമ്പോസർ ആരാ മലയാളത്തിൽ? അല്ല ചോദിച്ചതല്ലേ, നമുക്ക് ഒരു നമ്മളൊരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ എനിക്ക് ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ ആണ്. എല്ലാ കാലത്തും ഇപ്പോഴും അന്നും എന്തുകൊണ്ടാണ് എന്നും ജോൺസന്റെ ഒരേപോലെ പാട്ട് എങ്ങനെയാണ് വ്യത്യസ്തമായി തോന്നിയത്? ഭയങ്കര എനിക്ക് തോന്നുന്നു നമ്മുടെ വളർച്ചയുടെ കൂടെ വളർന്നു വന്നതിൻ്റെ കൂടെ കേട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാവാം ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാറുണ്ട് എല്ലാ അത് ഒരുപാട് പാട്ടുകൾക്കും. കമ്പോസേഴ്സ് ഉണ്ടല്ലോ ആ സമയത്ത്. പക്ഷെ സിമ്പിൾ എന്തുകൊണ്ട് ആണ്. ജോൺസൺ ഡിഫറെന്റ് ആയി? ആ, സാധാരണക്കാരനും ഇഷ്ടപ്പെടുന്ന രീതിയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആണോ? സാധാരണ അല്ല, അതാണോ? ഇപ്പം രവീന്ദ്ര മാഷിൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്, അതാണ് അതൊന്നും ചോദിച്ചത്. മാറ്റിവെക്കാൻ പറ്റില്ല. പക്ഷെ അത് കുറച്ചുകൂടി ക്ലാസിക്കൽ, മ്യൂസിക്കലി ഭയങ്കര റിച്ച് ആയിരിക്കാം. ഇതും അല്ലാന്നല്ല, ഒരു സാധാരണക്കാരൻ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആ, അതാണോ? പെട്ടെന്ന് ഉള്ളിലേക്ക് എനിക്കറിയില്ല അതിനെക്കുറിച്ച് പറയാൻ. പക്ഷെ പോട്ടെ. എന്നാലും ജോൺസൺ മാഷിൻ്റെ കുറേ അല്ല പാട്ടുകളാണ് ഭയങ്കര ഫേവറേറ്റ് എനിക്ക് സോങ്സ്. ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് ജോൺസന്റെ പാട്ടുകൾ. ഇഷ്ടപ്പെട്ട പാട്ടുകൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിലൊരു 80% എനിക്ക് തോന്നുന്നു ജോൺസൺ മാഷിൻ്റെ പാട്ടുകളായിരിക്കും ചിലപ്പോൾ വരുന്നത്. ഏറ്റവും ഫേവറേറ്റ് ഏതാ? അനുരാഗിണി ഇഷ്ടമാണ്. ഉം. ആ, ഞാൻ ഗന്ധർവനിലെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. പിന്നെ ആ സമയത്ത് കുറേ ഉണ്ടല്ലോ, റീ റെക്കോർഡിങ്സ് തന്നെ അതെ അതെ. എത്രയോ ഉണ്ട്. ജോൺസൺ എന്ന് ഓർമ്മിക്കാൻ നമുക്കില്ല. ജോൺസൺ ഇല്ലാതെ മലയാള സിനിമയിലെ മലയാള സംഗീതം ഇല്ല. ഒരു പാട്ട് ജോൺസന് വേണ്ടി നമുക്ക് മനസ്സിലാവും, വെറുതെ ഒരു 2 ലൈൻ പാടാം. ആ, ചിത്ര ചേച്ചിയുടെ ഇഷ്ടമുള്ള പാട്ട് ചോദിച്ചില്ലായിരുന്നു, ആ അപ്പോൾ ചോദിച്ചിരുന്നു, രാജഹംസമേ പാടാം. പാടാം. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ, എവിടെ എൻ്റെ സ്നേഹഗായകൻ, ഓ രാജഹംസമേ. ഓ എന്തൊരു പാട്ടല്ലേ! എനിക്ക് ഇച്ചിരി ഫേവറേറ്റ് കാരണം ഭരതേട്ടൻ്റെ ആ, പാട്ടാ. അതെ. അങ്ങനെ ഒരു അതാ അവസാനം ഉം. എന്റെ ആത്മരാഗം കേട്ടു നിന്നു, വരുമെന്നൊരു കുറിമാനം തന്നുവോ, നാഥൻ വരുമോ പറയാ. അത് ആ ഒരു ചിത്ര ചേച്ചി ലൈവ് പാടുമ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ അതെ, നമുക്ക് ആ ടെൻഷനാവും. ടെൻഷനാവും. അതുപോലെ ടെൻഷനുള്ള പാട്ടാണ് കാർമുകിൽ വർണ്ണൻ്റെ. അത് യെസ്. രവീന്ദ്ര മാഷാണ്, എന്നാലും ചേച്ചി പാടുമ്പോൾ ഒരു ടെൻഷനാണ്. ആ ഒരു ഹൈ നോട്ടിൽ അതെ, എത്തുമ്പോൾ. രവിയേട്ടനായിട്ട് ഇല്ല, ഇന്ററാക്ട് ഇല്ല ചെയ്തിട്ടില്ല ഇല്ല, അല്ലേ? നേരിട്ട് കാണാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ രവിയേട്ടൻ്റെ പാട്ടുകൾ ഇഷ്ടമല്ലേ? തീർച്ചയായിട്ടും. ഈ ഇപ്പം ദാസേട്ടൻ്റെ ആണെങ്കിലും രവിയേട്ടൻ ചെയ്തിട്ടുള്ള പാട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? അതെ ഈശാന അതെ ശബ്ദത്തിലാണെങ്കിലും അതെ, എല്ലാ ഞാനിപ്പോൾ ഭരതമാണ് പറയുന്നത്. എല്ലാത്തിലും ഒരു ദാസേട്ടന് ശരിക്കും പാടാനുള്ള ഒരു അതെ സ്പേസിങ് അതെ, ഇങ്ങനെ ഒരുക്കി കൊടുത്തിട്ടുള്ളതായിട്ട് തോന്നാറുണ്ട്. ദാസാറിൻ്റെ എല്ലാ വോയിസിൻ്റെ എല്ലാ ക്വാളിറ്റിയും അരച്ച് പിഴിഞ്ഞ് നമ്മളെ കേൾപ്പിച്ചെന്നത് അതെ, രവീന്ദ്ര മാഷാണ്. അത് രവിയേട്ടൻ്റെ ഒട്ടുമിക്ക സിനിമകളിൽ അതിങ്ങനെ നമുക്ക് അതെ തോന്നും അതെ അതെ ദാസേട്ടന് അതെ വേണ്ടി ഇങ്ങനെ അല്ലേ അതെ ഒരുക്കുന്നുണ്ട്, അതെ അതെ അതെ. അരങ്ങൊരുക്കുന്നുണ്ട്. ദാസാറിന് വേണ്ടി തന്നെ ചെയ്ത പാട്ടുകളാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ ആ, അതെനിക്ക് തോന്നുന്നു രവീന്ദ്ര മാഷ് കുറേ ഇൻ്റർവ്യൂസിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ദാസാർ രവിയേട്ടൻ പാടാൻ വന്നു അറിയില്ലേ? അതെ, അതും ഞാൻ കേട്ടിട്ടുണ്ട്. രവിയേട്ടൻ പാടുമായിരുന്നു, നന്നായിട്ട് പാടാൻ വേണ്ടി വന്നു. ദേവരാമാഷ്
ദേവരാമാഷിൻ്റെ അടുത്ത് ചെന്ന കഥകളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ എന്തോ കഥ ഞാനും കേട്ടിട്ടുണ്ട്. സാർ അറിയാമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഔസേപ്പച്ചൻ്റെ പാട്ട് ഏതാണ് പാടിയിട്ടുള്ളത്? അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ അടുത്താണ് ഔസേപ്പച്ചൻ സാറിനെ പരിചയപ്പെടാൻ പറ്റിയതും ഒരു പാട്ട് ആ പാട്ട് പാടാനായിട്ട് വിളിക്കുന്ന സമയത്താണ് പരിചയപ്പെടുന്നത്. മച്ചാൻ്റെ മാലാഖ എന്നാണ് സിനിമയുടെ പേര്. ഇപ്പം കഴിഞ്ഞ വർഷമായിരുന്നു റിലീസ്. അതിലൊരു ഡ്യുവറ്റ് സോങ് വിനീതിൻ്റെ കൂടെ വിനീത് ശ്രീനിവാസനും ഞാനും ചേർന്നാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അത് ഒന്ന് കേൾക്കാൻ. കരിവള ചിന്നിയ പോലെ ഒരാൾ കയറിയ വാതിൽ പടിയോളം ഒന്നവിടം വരെ എത്താനുള്ളിൽ തങ്കരഥം വിളി കേട്ടെന്നോ പൊന്നിതളോ കുങ്കുമമോ വരി പെട്ടെന്ന് ഭയങ്കര ഔസേപ്പച്ചൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി ഉണ്ട്, അതേപോലെ തന്നെ എന്നാൽ നല്ല ഒരു ഫ്ലറിഷിംഗ് സിൻറ്റോ സണ്ണി എന്ന് പറയുന്ന ലിറിസിസ്റ്റാണ് അദ്ദേഹം. സിനിമാ സംവിധായകനും കൂടെയാണ്. ഔസേപ്പച്ചനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ പാടുന്ന സമയത്ത്, പറഞ്ഞു തരുന്ന സമയത്തും? എല്ലാവർക്കും സിംഗേഴ്സ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. സാർ ഒന്നിച്ച് കണ്ടില്ലേ? അത് കണ്ടു. അപ്പോൾ അതാണ് മനസ്സിലുള്ളത്. പറഞ്ഞു തരുന്നത് തന്നെ പാടണം. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് അത് വരുന്നവരെ പാടിപ്പിക്കും. അത് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും അങ്ങനെയാണ്. അവരുദ്ദേശിക്കുന്നത് കിട്ടുന്നവരെ നമ്മളെ കൊണ്ട് പാടിപ്പിക്കുമല്ലോ. അപ്പോൾ കുറച്ച് സീനിയറും കൂടി ആയതുകൊണ്ടുള്ളൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല എന്ന് തോന്നി. അതെ പാടിപ്പിച്ചു. പാട്ട് ഭംഗിയായി തന്നെ പുറത്ത് വന്നു. എന്തെങ്കിലും ഒരു ലെസൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോരുത്തരെ കണ്ടുമുട്ടുമ്പോഴും അവരോട് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു പാഠം അല്ലെങ്കിൽ ഒരു അറിവ് ഉണ്ടാവുന്നുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി? എനിക്ക് സാറിൻ്റെ സ്റ്റുഡിയോയിൽ, വീട്ടിൽ തന്നെ സ്റ്റുഡിയോ ഉണ്ട്, അദ്ദേഹത്തെ അങ്ങനെ കണ്ട് സ്റ്റുഡിയോയിൽ കൂടെ ഇരുന്ന് സാറ് റെക്കോർഡ് ചെയ്ത് പാടിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പണ്ടത്തെ കാതോട് കാതോരം, അതുപോലെ ദേവദൂതർ പാടി ഒത്തിരി പാട്ടുകളുണ്ടല്ലോ, ഇതൊക്കെ മൗനം സ്വരമായി, ഇതൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോവാ. അതെ, ഇത്രയും പാട്ടൊക്കെ ചെയ്ത ഒരു മനുഷ്യൻ്റെ മുമ്പിലാണല്ലോ ഞാനിരിക്കുന്നത്. അങ്ങനെ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പാടുന്ന സമയത്ത്. പക്ഷെ പാടിപ്പിച്ചു. നല്ലൊരു വയലിനിസ്റ്റ് ആണ്. അതെ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ വായിക്കുന്ന വയലിൻ സോളോസ് ഒക്കെ സാർ തന്നെയാണ് വായിച്ചേക്കുന്നത്. ഞാൻ ഭരതേട്ടൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്തൊക്കെ ഔസേപ്പച്ചനാണ് അന്ന് കാതോട് കാതോരം കഴിഞ്ഞു ജസ്റ്റ് അങ്ങോട്ട് അതിനകത്തൊക്കെ ഉള്ള ഏറ്റവും കോംപ്ലിക്കേറ്റഡ് വയലിൻ നോട്ട്സ് ഒക്കെ അദ്ദേഹം തന്നെയാണ് വായിച്ചിട്ടുള്ളത്. ചിലമ്പ് എന്നുള്ള സിനിമയുടെ അന്ന് കമ്പോസിങ് നടക്കുക, ഞാൻ ചെന്നതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ വർക്ക് അതായിരുന്നു. ഭരതേട്ടൻ്റെ കൂടെ പണ്ട് തൊട്ട കൂടെയുള്ള ഒരാളാണ് ഔസേപ്പച്ചനും ജോൺസണും. ഈ തൃശ്ശൂരിൻ്റെ വലിയൊരു ഭംഗിയുണ്ട്. തൃശ്ശൂർ മ്യൂസിക്കിന് വേണ്ടി എനിക്ക് തോന്നുന്നു മ്യൂസിക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കേരളത്തിലുള്ള ഒരു സ്ഥലം ഇപ്പം തൃശ്ശൂർ ജില്ലയാണ്. കാരണം മ്യൂസിക് പഠിക്കുന്നവരാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ പിയാനോ അല്ലെങ്കിൽ എല്ലാ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. കോഴിക്കോട് ആസ്വാദകരാണ് കൂടുതൽ. എല്ലാവരും പാടും. പഠിച്ചിട്ടല്ല പാടുന്നത്, ഇഷ്ടം ബ്ലഡ് തന്നെ ഉണ്ട്. തൃശ്ശൂർ ശരിക്കും നന്നായിട്ട് പഠിക്കാം. ചർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. കോട്ടയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കോട്ടയത്തെ ഇൻസ്ട്രുമെന്റ് പ്ലേയേഴ്സ് ഒരുപാടുണ്ട്. കോട്ടയത്ത് അവർ നന്നായിട്ട് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന പലരും കോട്ടയം ബേസ്ഡാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഓരോ നാടിൻ്റെ ഭാഗ്യമാണ് ഇതൊക്കെ. തിരുവനന്തപുരത്ത് ആരുമില്ലേ? തിരുവനന്തപുരത്ത് ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ രവീന്ദ്രൻ മാഷ് തിരുവനന്തപുരം അല്ലേ, എം ജയചന്ദ്രൻ തിരുവനന്തപുരം, ശ്രീകുമാർ. പക്ഷെ അവരൊക്കെ ബേസ് ട്രിവാൻഡ്രം ആണോ എന്നൊരു ഇല്ല, അവരെല്ലാം എനിക്കറിയില്ല, അതിൻ്റെ റൂട്ട് എനിക്കറിയില്ല. പക്ഷേ ട്രിവാൻഡ്രം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ആലോട്ട് പോയി ചിത്ര ചേച്ചി ട്രിവാൻഡ്രം ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ നാടിനും ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളുണ്ട്. നമ്മളിവരെയൊക്കെ അറിയുന്നു, പിന്നീട് ആ നാടും പ്രശസ്തമാകുന്നു, അവരവിടെയുള്ളവരാണെന്ന് അറിയുന്നു. ഞാൻ ജനിച്ചു വളർന്നത് മുടവൻമുകളിലാണ്. ആണല്ലേ? ശരിക്കുള്ള സ്ഥലം എവിടെയാ? മുടവൻമുകളാണ്. അച്ഛനും അമ്മയും മുടവൻമുകളിലാണ്. അല്ല, അവരെവിടുന്ന് വന്നവരാണ്? അച്ഛൻ ട്രിവാൻഡ്രമാണ്, തിരുവനന്തപുരം പാലോട് പെരിങ്ങമ്മലയാണ് അച്ഛൻ്റെ വീട്. അമ്മ മണ്ണടി, പത്തനംതിട്ട ജില്ലയാണ്. അതെ, അമ്മ സെക്രട്ടേറിയറ്റിലായിരുന്നു. അച്ഛനും ഗവൺമെൻറ് സ്കൂൾ ടീച്ചറായിരുന്നു.
അപ്പം അങ്ങനെ ഗവൺമെൻറ് സർവീസിലുള്ള ഒത്തിരി പേര് ട്രിവാൻഡ്രത്ത് വന്ന് താമസിച്ച് ആരെങ്കിലും പോലെ വീട്ടിലെ റിലേറ്റീവ്സ് ആരെങ്കിലും പാടുമായിരുന്നോ? അങ്ങനെ ആരും പാട്ടുകാരില്ല. ഉം. അച്ഛന് ചെറുതിലേ അച്ഛൻ പാട്ടൊക്കെ ഇഷ്ടമായിരുന്നു. പാട്ട് കേട്ടൊക്കെ പാടുന്നു എന്നല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല. പണ്ട് അമ്മ കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് അച്ഛൻ പാടി വെച്ചത് കുറേ ഉണ്ടായിരുന്നു. ഉം. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാതെ അച്ഛൻ അങ്ങനെ പ്രൊഫഷണൽ സിംഗേഴ്സ് ആരുമില്ല. കുടുംബത്തിൽ അപ്പൊ ആരുമില്ല. അഖിലയുടെ ശരിക്കും പ്രണയം സംഗീതം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ കുട്ടിക്കാലത്തെ പാട്ട് കൂടെ ഉണ്ട്, സംഗീതം കൂടെ ഉണ്ടെങ്കിലും അതൊരു പ്രൊഫഷനാക്കി എടുക്കാമോ എന്നൊന്നും ഒരു കൺഫ്യൂഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അത് തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫ് മുമ്പോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഗവൺമെൻറ് സർവീസിലുള്ള പാരൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും സംശയിക്കും. നമ്മുടെ അടുത്ത ജനറേഷൻ മക്കള് ഒരു ഗവൺമെൻറ് സർവീസിൽ എന്തെങ്കിലും ടെസ്റ്റ് എഴുതി ജോലി കയറണം, അല്ലെങ്കിൽ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു അച്ഛൻ ടീച്ചർ ആയതുകൊണ്ട് ടീച്ചിങ് പ്രൊഫഷൻ കൂടുതൽ പ്രിഫർ ചെയ്ത്. എൻ്റെ ചേച്ചിയുണ്ട്, ചേച്ചി ടീച്ചറാണ്. കൂടുതലും ടീച്ചേഴ്സാണ് അപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴും സംശയമുണ്ട്. പരിപാടികൾക്ക് പോകുന്നു, റെക്കോർഡിങ്സിന് പോകുന്നു, അപ്പോൾ പൈസയൊക്കെ കിട്ടുന്നുണ്ടോ? ജീവിതമാർഗം. അത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവർ ഗവൺമെൻറ് സർവീസിലുള്ളവരുടെ ഒരു മൈൻഡ് സെറ്റ് അതാണ്. കൃത്യമായ ശമ്പളം, അത് വെച്ചിട്ട് കൃത്യമായി കണക്ക് കൂട്ടലോടുകൂടിയുള്ള ഒരു മാസത്തെ ഒരു ഒരു ലൈഫ്, അങ്ങനെയൊക്കെയാണ് ഞാൻ കുട്ടിക്കാലം തൊട്ടേ കണ്ടുവന്നതും. അവരങ്ങനെയാണ് അവരുടെ ഒരു രീതി. അപ്പോൾ പ്രോഗ്രാമിന് പോകുമ്പോൾ പൈസയൊക്കെ കിട്ടുമോ? ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര ദൂരെയൊക്കെ പോകുമ്പോൾ അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ഇപ്പോഴും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ അഴകാലില്ല എന്നുള്ള പാട്ട് പാടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഓഫീസിലിരുന്ന് ജോലി ടീച്ചറാവുമെന്ന് എനിക്കറിയില്ല. കാരണം അത്ര പഠിപ്പിച്ചിട്ടൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഉഴപ്പി ആണ് അക്കാഡമിക്കലി പഠിച്ചു വന്നത്. കോമേഴ്സ് ആയിരുന്നു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തോ? ഡിഗ്രി കോമേഴ്സ് ആണ്, ബികോം ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഹയർ സ്റ്റഡീസിലോട്ടൊന്നും പോകാൻ എനിക്കങ്ങനെ ഇൻട്രസ്റ്റ്. ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത് ബികോം. ടാൻഡം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. ആ സമയത്ത് ടാൻഡം വളരെ പോപ്പുലറായ ഒരു അവിടെയാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ആ സമയത്ത് TV ഷോസ് ആങ്കർ ചെയ്തിരുന്നു. അങ്ങനെയാണ് ആ പരിപാടിയും ആങ്കറിങ്ങിൽ ഞാൻ വന്നത്. സാറിനെ പരിചയപ്പെടുന്ന ആ ഒരു ഫങ്ഷന് പ്രോഗ്രാം ആങ്കറും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ആങ്കറിങ് ഫീൽഡിലും ഉണ്ട്, ഡബ്ബിംഗ് ഉണ്ട്, ചെറിയ ചെറിയ പ്രോഗ്രാംസ്, എന്തെങ്കിലുമൊക്കെ ഗാനമേളകൾ. ആ സമയത്ത് ട്രിവാൻഡ്രത്തെ ഒരു ട്രൂപ്പിൽ കുറച്ച് കാലം പാടിയിരുന്നു. അപ്പോൾ അതൊക്കെ അത്യാവശ്യം പോക്കറ്റ് മണി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പഠിത്തം കുറച്ച് ഉഴപ്പുമായി. ഈ പിന്നെ സംഗീതമാണല്ലോ പ്രണയം. അതെ. അത് കഴിഞ്ഞുള്ള പ്രണയത്തിലേക്കുള്ള ജീവിതത്തിലെ പ്രണയത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? സംഗീതം പ്രണയിച്ച് തുടങ്ങിയത് സിനിമയിലൊക്കെ അവസരങ്ങൾ കിട്ടിയതിന് ശേഷമാണെന്ന് പറയാം. കാരണം അതുവരെ പാട്ട് പഠിച്ചു, സീരിയസ് ആയി പഠിച്ചു. അത് എന്തായാലും ലൈഫ് ലോങ് കൂടെ ഉണ്ടാവും. പക്ഷെ അതൊരു പ്രൊഫഷനോ അതിനോട് അത്രത്തോളം ഒന്നും ഞാൻ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. നമ്മുടെ കൂടെ ഉണ്ട്, എല്ലാ കാലവും ഉണ്ട്, അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ ജീവിതത്തിലെ പ്രണയം ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞല്ലോ, ഇപ്പം ഫിലിമിൽ പാടിയതിന് ശേഷമാണ് ഞാൻ സീരിയസ് ആയിട്ട് സംഗീതത്തെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ അതിന് മുമ്പേ തുടങ്ങിയ പ്രണയമാണ്. അപ്പോൾ സംഗീതമല്ല, അതിന് മുൻപ് പ്രണയമുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും. എവിടെ വെച്ചാ കണ്ടത്? ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഡിഗ്രി ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ. ഡിഗ്രിക്ക് മാത്രം? അതെ. ഓ, ശരി. ഏതാണ്ടൊരു 17 വയസ്സ് തൊട്ട് പരിചയമുണ്ട്, ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നിച്ച് പഠിച്ചു. ഒന്നിച്ച് പഠിച്ചു. കല്യാണ പ്രായത്തിപ്പോൾ കല്യാണം കഴിപ്പിച്ച് വിട്ടു. അങ്ങനെ വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഞാനൊട്ടും പ്രതീക്ഷയില്ല അങ്ങനെ. കാരണം അച്ഛൻ കഴിക്കുന്നു അങ്ങനെയല്ല, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഏജ് ഡിഫറൻസ് അധികമില്ല. ഞാനും ഹസ്ബൻഡിൻ്റെ പേര് ശ്യാം എന്നാണ്. ഞാനും ശ്യാം തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ഒരുമിച്ചാണ് പഠിച്ചെങ്കിലും എന്നെക്കാൾ 1 വയസ്സ് മൂത്തതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് നല്ലൊരു ജോലി ആവണം, സെറ്റിൽ ആവണം. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആണല്ലോ, നല്ലൊരു ജോലിയുള്ള പയ്യനെ വേണം. എന്നാലല്ലേ അച്ഛനമ്മമാർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ആ ഒരു കാര്യത്തിലൊക്കെ
പ്രശ്നം ഉണ്ടാവുമോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ശ്യാമിന് ഏറ്റവും ഇഷ്ടമുള്ള അഖിലയുടെ പാട്ട് ഏതാ? അയ്യോ അങ്ങനെ എനിക്കറിയില്ല. പറയാറില്ലേ? അങ്ങനെ പറയാറില്ല. പാട്ട് സപ്പോർട്ടീവാണ്. പാട്ട് പാട്ട് കേൾക്കും കേൾക്കാറുണ്ടോ? കേൾക്കും. ഞാൻ പാടിയ പാട്ടുകളൊന്നും അങ്ങനെ അധികം ശ്രദ്ധിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ള പാട്ടുകൾ അദ്ദേഹം ആസ്വദിക്കാറുണ്ടോ? അങ്ങനെ ആസ്വദിക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ടൈപ്പ് പാട്ടും ഇഷ്ടമാണ്. പഴയ പാട്ടുകളും ഇഷ്ടമാണ്. പുതിയ അപ്രിഷ്യേറ്റ് ഇങ്ങനെ ചെയ്യോ പാട്ട് പാടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആ ആ, ഒരു ആ, എന്നെക്കാളും എക്സൈറ്റ്മെൻറ്റ് ശ്യാമിനാണ്. ഞാനിപ്പോൾ ഒരു ഫിലിമിൽ പാടിയെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു ആ, വർക്ക് റെക്കോർഡിംഗ് ആണ് കഴിഞ്ഞെങ്കിൽ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് മുഴുവൻ എക്സ്പ്രഷൻ മുഴുവൻ ശ്യാമിനാണ്. അതെ. തീർച്ചയായിട്ടും. അപ്പം ഞാൻ പറയും ഇത്രയും എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമില്ല. അത് വരട്ടെ ആദ്യം. സിനിമയുടെ ആ, ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതാണല്ലോ. ചിലപ്പോൾ പാടിയ പാട്ടുകൾ വരണമെന്നില്ല. സിനിമ റിലീസ് ചെയ്യാൻ ലേറ്റ് ആവും. ചിലപ്പോൾ പാടിയ പാട്ട് വേറെ ആരെങ്കിലും മാറ്റി ഉം. പാടിച്ചിട്ടുണ്ടാവും. അങ്ങനെ അപ്പം സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട് ഏത് ഉണ്ട് ഉണ്ട്. പാട്ടാണ്? അതൊന്നും പറയാം. ഉണ്ടാവും. അല്ല അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആ, സംഭവിച്ചിട്ടുണ്ട്. ശരി. എല്ലാ അങ്ങനെ പാട്ടുകാർക്കും വിഷമം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു ദുഃഖം? വിഷമം തോന്നും. ഉം. കാരണം പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു പാട്ട് പാടുന്ന സമയത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. മ്യൂസിക് ഡയറക്ടറും വളരെ ഹാപ്പി ആയിട്ടായിരിക്കാം ചിലപ്പോൾ ഓക്കെ പറയുന്നത്. പക്ഷെ പിന്നെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ചിലപ്പോൾ സിനിമ ആയതുകൊണ്ട് ഉം. സാറിന് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രഷർ ഉണ്ടാവും. ബാക്കി സൈഡിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും ഈ വോയിസ് മാച്ച് അല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ടാവാം. അപ്പം വീട്ടിലിങ്ങനെ അതെന്തിനാണ് പാടി നടക്കുമോ? അല്ലെങ്കിൽ വീടിന്റെ അയ്യോ മുറിക്കകത്തൂടെ അങ്ങനെ? ഇല്ല. ഇല്ല. മൂളിപ്പാട്ട് എല്ലാവരുടെയും ഒരു പാടുമോ തെറ്റിദ്ധാരണയാണ്, ഓ വീട്ടിൽ? പാട്ടുകാരി ഹസ്ബൻഡ് എന്തൊരു ലക്കിയാണ്. എന്നോട് ഒരുപാട് പേര് ഭയങ്കര ഭാഗ്യാണല്ലോ ഹസ്ബൻഡിന്, എപ്പോഴും പാട്ട് കേൾക്കാലോ, മോൻ രാവിലെ കേൾക്കാം, ഉറങ്ങണ സമയത്ത് കേൾക്കാം. ഞാൻ ചോദിച്ചത് എന്താ ഫുൾ ടൈം പാടിക്കൊണ്ടാ. മകൻ അങ്ങനെ താല്പര്യമുണ്ടോ? അവൻ പാടും. ആ, ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ എല്ലാവരും കേക്ക് പാടുന്ന അങ്ങനെ അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ടായിരുന്നു. കോവിഡ് സമയം എനിക്ക് തോന്നുന്നു പല കുട്ടികൾക്കും കുറച്ചൊരു അതിനോടൊരു താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ആ ഏതെങ്കിലും ഒരു സമയം ഇൻസ്ട്രുമെന്റ് ആണോ വോക്കലാണോ പഠിക്കുന്നത്? വോക്കൽ പഠിച്ചിരുന്നു, വയലിൻ പഠിച്ചിരുന്നു. ഉം. ഇതെല്ലാം ആ ഒരു ബ്രേക്ക് വന്നപ്പോൾ എല്ലാം മാറി, അവൻ താല്പര്യങ്ങൾ ക്രിറ്റിസൈസ് മാറി. ചെയ്യാറുണ്ടോ? അല്ല അവൻ അമ്മയുടെ പാട്ടിനെ കുറിച്ച് പറയാറുണ്ടോ? അങ്ങനെ അങ്ങനെയില്ല. ചിലപ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു വിചാരിച്ചിട്ടായിരിക്കാം. സത്യം. അറിയില്ല. വീട്ടിൽ പക്ഷെ സംഗീതം ടോട്ടലി ഇല്ല അല്ലേ? ടോട്ടലി ഇല്ല എന്നല്ല, ഉം. പ്രോഗ്രാംസോ എന്തെങ്കിലും റെക്കോർഡിങ്സോ ഒക്കെ വരുമ്പോൾ എനിക്ക് എന്തായാലും പാടി പഠിക്കണമല്ലോ. അപ്പം ഞാൻ ഇടയ്ക്ക് പാടും. റൂം അടച്ചിട്ട് ആർക്കും ശല്യമില്ലാതെ ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്താൻ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് അല്ല, ശ്രുതി മാത്രമേ ഉള്ളൂ? ശ്രുതി മാത്രം. എനിക്ക് ഇൻസ്ട്രുമെൻ്റ് കുഞ്ഞിലേ ഞാൻ വയലിൻ പഠിച്ചിരുന്നു. കർണാട്ടിക് മ്യൂസിക് ഉം. ഈ താഴെ ഇരുന്ന് വായിക്കുന്ന കർണാട്ടിക് മ്യൂസിക്കാണ് പഠിച്ചത്. പക്ഷെ എനിക്ക് വയലിൻ കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ അത് ഒരു വലിയ ഗ്യാപ്പൊക്കെ വന്നപ്പോൾ പിന്നെ ഞാനത് ചെയ്തില്ല. കോവിഡ് കാലം അല്ലേ, എപ്പോഴും എല്ലാവരെയും ബാധിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്താണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒരു പാട്ട്. നമുക്ക് അന്ന് എല്ലാവരും പോസ്റ്റ് ചെയ്യുമല്ലോ ഓരോ ഗാനം. അങ്ങനെ അതെ നമ്മുടെ ഒരു പാട്ട് ഒരു എന്താണ് വിഷ്വലൈസ് ചെയ്തിട്ട് അതെ അഖില അതെ തന്നെ അതെ വിഷ്വലൈസ് ചെയ്ത് അതെ പാടി. അതെ അതെ. അതേത് പാട്ടായിരുന്നു? കളി വീടുറങ്ങിയല്ലോ. നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സോങ്. പക്ഷെ അന്ന് ആ സിറ്റുവേഷൻ ഏതായിരുന്നു അറിയോ? അന്നെല്ലാ ഈ ഒരുപാട് പേര് മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, നഴ്സുമാരൊക്കെ. അതെ അതെ നമുക്കൊന്ന് അവർക്കൊരു ട്രിബ്യൂട്ട് ട്രിബ്യൂട്ട്. ആയിട്ടാണ് അന്ന് ആ പാട്ട് അല്ലേ, അതെ അതെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അതെ. അത് ചെയ്തത്. സാറ് പറഞ്ഞ പോലെ ഡയറക്റ്റ് ചെയ്ത പോലെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത്. ഞാൻ ഫോണിൽ കൂടെ ബ്ലാക്ക് പറഞ്ഞു തന്നു, നിങ്ങൾ അതെ അത് അതെ. ചെയ്തു പാടി കോസ്റ്റ്യൂം വരെ എന്ത് വേണം എന്നുള്ളത് പറഞ്ഞിരുന്നു. ചോദിച്ചിരുന്നത്. സിമ്പിളായിട്ടൊരു മുണ്ടും നേരിയതുമാണ് വേണ്ടത്. അതും ബ്ലാക്ക് കറുത്ത കറുത്ത കരയുള്ള. കരയുള്ളത്. അതെ അതെ. അത് നമുക്ക് ആ, കൊടുക്കാൻ അത് മാത്രമേ ഉള്ളൂ. ആം, എല്ലാവരും ലോകം മുഴുവൻ അവരെ നമിക്കുമ്പോൾ അല്ലേ, അതെ അതെ നമുക്ക് ആ അതെ പാട്ട് കൊണ്ടായിരുന്നു അതെ. നമ്മൾ ട്രിബ്യൂട്ട് അതൊത്തിരി ആയിരുന്നു. പേര് ഭയങ്കര ഒരു ഫീൽ, അതെ വേറൊരു ഫീൽ സിനിമയിൽ വന്നപ്പോൾ അതെ. അതൊരു ഒരു ഫീലുള്ള പാട്ടാണ്. ഇങ്ങനെ വന്നപ്പോൾ വല്ലാത്തൊരു ഒത്തിരി പേര് ഈ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ട ഒരുപാട് പേർക്കൊക്കെ വല്ലാത്ത ഫീൽ ചെയ്ത പാട്ടാണ്. അതുപോലെ ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തവർക്ക്, അതെ നഴ്സുമാർക്കാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും അവർക്ക് വല്ലാതെ ഫീല് വരുന്ന ഒരു പാട്ടും ആ ഒരു അതെ അതെ. സിറ്റുവേഷനൊക്കെ അങ്ങനെ ആയപ്പോൾ അത് കുറേ പേര് പിന്നീട് അതിന് ശേഷം
കോവിഡ് കാലത്തിന് ശേഷം മേ ബി രണ്ടാമത്തെ ടേൺ എന്ന് വേണം പറയാം അല്ലേ, എല്ലാവരുടെയും. അതെ അതെ അങ്ങനെ അതെ വന്നപ്പോൾ ഉള്ള പാട്ടുകളിൽ പ്രധാനപ്പെട്ട ഏതൊക്കെ പാട്ടുകളാണ് പാടിയത്? ബാക്ക് ആ പാക്കേഴ്സ് യെസ്. ജനലിലാരോ എന്നുള്ള പാട്ട് ബാക്ക് സാറിന് പാക്കേഴ്സിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ആരാണ് മ്യൂസിക് ഡയറക്ടർ? സച്ചിൻ സച്ചിൻ ശങ്കർ. ശങ്കർ മന്നത്ത്. സച്ചിൻ ആദ്യമായി സിനിമയിൽ പാടുന്നത് അശ്വാരൂഢനിലാണ്. അതെ, സച്ചിൻ മ്യൂസിക് ഡയറക്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മുടെ ഈ പടത്തിൽ. സച്ചിൻ്റെ അച്ഛൻ നിങ്ങൾ ഒന്നിച്ച് വർക്ക് ആ, ചെയ്തിട്ടില്ലേ? ആ, സച്ചിൻ്റെ അച്ഛൻ പരിചയമുണ്ട്. നമ്മൾ ബാലസാഹിത്യം ബാലസാഹിത്യത്തിൻ്റെ അതെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതെ വെച്ച് അവിടെ അതെ എന്തൊക്കെയോ ചെറിയ 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 കമ്പോസിങ് കവിതകളും ഉണ്ടായിരുന്നു. ഒക്കെ ചെയ്തപ്പോൾ സച്ചിനും ഉണ്ട് അന്ന് പാടാൻ. ഉം. അപ്പം അങ്ങനെയാണ് പരിചയം. സച്ചിൻ നല്ല കഴിവുള്ള എ ആർ റഹ്മാൻ്റെ അവിടെ സ്കൂളിൽ പഠിച്ച് ഓക്കെ. വളർന്നതാണ്. പിന്നെ ലണ്ടനിൽ പോയി പഠിച്ചു. നല്ല കഴിവുള്ള ഭയങ്കര സെൻസിബിൾ ഇപ്പം ആയിട്ടുള്ള ഒരു വോക്കൽ മ്യൂസിക് ഡയറക്ടർ. ട്രെയിനിങ് ഒക്കെ പുള്ളിയുടെ ഒരു ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, വോക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ട്രെയിനിങ്, എങ്ങനെ പാടണം, ഉം. എങ്ങനെ വോയിസ് ഡബ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് പുള്ളിക്ക്. ഇപ്പോൾ അന്ന് ഈ കോവിഡ് കാലത്ത് നമുക്ക് ഒ ടി ടിയിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്, എൻ്റെ തന്നെ ഒ ടി ടി കമ്പനിയിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്, റൂട്ട്സ്. റൂട്ട്സിൽ ഇറങ്ങിയതാണ് ബാക്ക് ബാക്ക് പാക്കേഴ്സ്. പക്ഷേ പാക്കേഴ്സ്. അതെനിക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് പേര് കണ്ടു യൂട്യൂബിൽ, മറ്റേ നമ്മുടെ ഇതിലൂടെ റൂട്ട്സിലൂടെ ഒക്കെ. അപ്പോൾ അതിൽ അഖില പാടിയ പാട്ടൊന്ന് കേൾക്കാം അല്ലേ? സാർ എഴുതിയ പാട്ടാണ്. അത് ഞാൻ മറന്നു. ഞാൻ എഴുതിയ അപൂർവം പാട്ടുകളിലൊന്ന്. എത്ര പാട്ടുകൾ, ഏതൊക്കെ എനിക്കിത് 3 പാട്ടുകളാണ് എഴുതിയത്? സിനിമയിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇതിന് മുൻപ് ദ ട്രെയിൻ, അതിലൊരു ട്രെയിനിൽ. പാട്ടുണ്ട്. പിന്നെ അതിന് മുൻപ് ബൈ ദ ഓഫ് ദ പീപ്പിളിലൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഏത് പാട്ടാണത്? അത് ഒരു ഫോക്ക് സോങ് ആണ്. ഓ, പാടിയിട്ടുള്ളത്. പാടാം. അപ്പോൾ ഇത് അത് സൂരജ് സന്തോഷും അതെ. ഞാനും ചേർന്നാണ് അതെ. പാടിയത്. ജനലിലാരോ ജനലിലാരോ മഴയായി പതുങ്ങി നോക്കും, നിലാവായി തൊട്ടുണർത്തും, മെല്ലെ മെല്ലെ മാറിൽ ചേർന്നലിയും. ഭയങ്കര ഫീലാണ് അതിന്. നല്ല എനിക്കതാണ്, പാട്ടാണ്. എനിക്ക് ആ സിനിമ ഒന്നുകൂടെ ഒന്ന് തിയേറ്ററിൽ ഇറങ്ങിയിട്ടില്ല, അന്ന് തിയേറ്ററിൽ ഇറക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബാക്ക് പാക്കേജ് ആ, നല്ല പാട്ടിലാണ്, നല്ല സച്ചിൻ്റെ പാട്ടാണത്. നല്ല പാട്ടിലാണ്. ഒരു സമാധാനമുള്ള ഇരുന്ന് ഇങ്ങനെ ഹെഡ്ഫോൺ വെച്ച് കേൾക്കാൻ പറ്റുന്ന കുറേ പാട്ട്. ബാക്ക് പാക്കേജിന് ശേഷം പിന്നീട് ഏതൊക്കെയായിരുന്നു പാട്ടുകൾ? ദീപാങ്കുരൻ്റെ മ്യൂസിക്കിൽ അത് നമ്മുടെ പെരും പെരിങ്കളിയാട്ടം. കളിയാട്ടം. അത് വെയിറ്റിംഗ് ആണ് അതിന് വേണ്ടി. പെരിങ്കളിയാട്ടം നല്ല കോമ്പിനേഷൻ. കാരണം ബിജുബാലും ഉണ്ട്, ദീപാങ്കുരനുണ്ട്. ദീപാങ്കുരൻ്റെ കൈതപ്രത്തിൻ്റെ ലിറിക്സ്, അതിൽ ദീപാങ്കുരൻ്റെ പാട്ടാണ് അതെ പാടിയത്. അഖില പാടിയിട്ടുള്ളത്. ജാസി ചേട്ടനാണ്. അവിടെ കോമ്പിനേഷൻ ജാസി അഖിലയാണ് വീണ്ടും അല്ലേ? അതെ. അഴകാലിലേക്ക് ശേഷം ആ കോമ്പിനേഷൻ വീണ്ടും അല്ല, വരികയാണോ? ഇടയ്ക്കൊരു അൽമല്ലു എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡാൻസ് നമ്പർ, ഒരു പാർട്ടിയിൽ ഉം. കല്യാണ സമയത്ത് ഒരു ഗ്യാതറിങ്ങിലുള്ളൊരു സീക്വൻസിലുള്ളൊരു പാട്ടുണ്ടായിരുന്നു. ഉം. ആ ജാസിയുടെ കൂടെയാണ് പാടിയത്. രഞ്ജിൻ രാജാണ് മ്യൂസിക്. അപ്പം അപ്പോൾ ഇത് അതിനുശേഷം ദീപാങ്കുരൻ്റെ പാട്ടൊന്ന് കേൾക്കാം അല്ലേ? ആ അത് ഇറങ്ങിയിട്ടില്ല, നമുക്ക് ഇവിടെ അതെ കേൾക്കാം. അതൊരു ഫോക്ക് മൂഡുള്ളൊരു പാട്ടാണ്. അത് തെയ്യം നല്ല പശ്ചാത്തലത്തിലുള്ള ആ, പെരിങ്കളിയാട്ടം, അതെ അങ്ങനെ അതെ അതെ ഒരു പാട്ട് കഥയും. ഒരു നാട്ടുമ്പുറം ഒക്കെയാണ് ഓർമ്മ വരുന്നത്. അതെ 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 അതെ. പാട്ട് കേൾക്കുമ്പോഴേ ആ ഒരു ഒരു ഫോക്കിഷ്. തെയ്യക്കാലം ഓർമ്മ വരും. അതെ. ചെമ്മാന പെരുമലയൻ കോലമേറ്റു, രാക്കോല പെരുമയിൽ മുടിയണിഞ്ഞു അല്ലേ? മുടി അണിഞ്ഞു, മുടിയണിഞ്ഞു, മുകിൽ ചെണ്ട മുഴങ്ങി, മുകിൽ ചെണ്ട മുഴങ്ങി, തീപ്പന്തം ഉയർന്നു, തീപ്പന്തമുയർന്നു, ആരവാരവങ്ങളിൽ തെയ്യം തെയ്യം തെയ്യം. ചെമ്മാന പെരുമലയൻ കോലമേറ്റു. ഒരു തെയ്യകാലം നമുക്ക് ഫീൽ ചെയ്യും. ആ അതെ തെയ്യമല്ലേ, അതെ. ആ അന്തരീക്ഷം, അതാണ് പെരിങ്കളിയാട്ടം ഇപ്പം ഇറങ്ങാൻ പോകുന്നു എനിക്ക് തോന്നുന്നു. അതിനുശേഷം ആ, വലിയ ചേഞ്ച്, ഏറ്റവും വലിയ ചേഞ്ച്, അതായത് ഒരു സിനിമയിൽ അഖില അഭിനയിക്കുന്നു അല്ലേ? അതെ. എന്തായിരുന്നു? അല്ല, ഒരു പാട്ടുകാരി, അല്ലെങ്കിൽ ജീവിതത്തിൽ പാടണം എന്ന് ആഗ്രഹിച്ച ആള് വേറൊരു ഓഫറുമായിട്ട് ഞാൻ തന്നെ വരികയാണ് അല്ലേ? അതെ, വേറൊരു ഓഫറായിട്ട്. അതിനു മുമ്പ് സാർ എന്നെ നല്ലൊരു വിളിച്ചിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്നാണ് അതെ അതെ. എനിക്ക് പിന്നീട് ഞാനത് ഓർത്തപ്പോൾ എന്തുകൊണ്ട് എനിക്കത് അങ്ങനെ അന്ന് ചെയ്യാൻ തോന്നിയില്ല എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ പ്രൊവോക്ക് ചെയ്യാറുണ്ട് അല്ലേ? ഓരോ കാര്യങ്ങൾ. സാർ പാടാൻ ആദ്യം വിളിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചിരുന്നു, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതെ. പക്ഷെ അന്ന് എനിക്ക് എന്തോ അന്ന് അഭിനയിക്കാനുള്ള കഴിവുണ്ടോ, എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ അത്രയും
ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നില്ല. കുറച്ച് റിസർവ്ഡ് ആണ്. അധികം മിങ്കിൾ ചെയ്യില്ല. കുറച്ച് നാണം, ചമ്മല് ആ ഒരു കാറ്റഗറി ആയിരുന്നു ഞാൻ. ഉം. അപ്പം അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഇല്ല എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പാട്ട് തന്നാ മതി. അതിനോട് ചേർത്തൊരു പാട്ട്. അതെ, അതിനും കൂടി ചേർത്ത് ഒരു പാട്ടും കൂടി തന്നാലും ആ, പക്ഷേ ഇപ്പോ ഇടയ്ക്ക് സാറ് പിന്നെയും ഇടയ്ക്ക് എപ്പോഴോ ഉം. അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പിന്നെ വീണ്ടും ഒരു മേഫിൽ മെഹഫിൽ. മേഫില് അതെ. മേഫിൽ പക്ഷെ നല്ല ഇപ്പം മുല്ലശ്ശേരി രാജുവേട്ടൻ്റെ വീട്ടിൽ മുല്ലശ്ശേരി രാജുവേട്ടൻ്റെ കഥ അല്ലെങ്കിൽ ആ വീട്ടിൽ നടക്കുന്ന ഒരു മേഫിൽ അവിടെ വരുന്ന കഥാപാത്രങ്ങൾ ഇവരൊക്കെ യഥാർത്ഥത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നു. ഉം, ഉം, ഉം. പിന്നെ അത് ഒരുപാട് ജീവിതമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധം. ആ, അല്ലേ? അപ്പം അതൊരു ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, മുകേഷ് ഏട്ടനും മനോജ് കെ ജയൻ, ആശാ ശരത്ത്, ഉണ്ണിമുകുന്ദൻ ഉണ്ണി മുകുന്ദൻ, ഒരുപാട് ആർട്ടിസ്റ്റുകളും ആർട്ടിസ്റ്റുകളുണ്ട്. അതിൽ ഈ സീനിയേഴ്സ് ആയിട്ടുള്ള അതെ. നമ്മുടെ ചെറുപ്പം തൊട്ടേ ഒത്തിരി കഥാപാത്രങ്ങളായി കണ്ട അവരോടൊപ്പം ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു തുടക്കം തന്നെയാണെന്ന് എനിക്ക് ആ, ഡോക്ടർ അനിത എന്ന ഡോക്ടർ കഥാപാത്രം അനിത, അല്ലേ? മനോജ് കെ ജയന്റെ ഭാര്യയാണ്. അത് അങ്ങനെ ഒരു നല്ല എനിക്ക് തോന്നുന്നു നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ക്യാരക്ടർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നോട് പലരും ചോദിച്ചു അത് അഖില ഇതിന് മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആശു കാരണം എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റിൻ്റെ എല്ലാ എന്താണ് ആ പക്വത ഉണ്ടായിരുന്നു അയ്യോ, പെർഫോമൻസ്. സന്തോഷം. അവിടെ സാറ് പാടി തന്നെ അഭിനയിക്കുകയായിരുന്നു. അതെ, പാട്ട് പാടിയത് ദീപുവിന്റെ വൈഫാണ്. അതെ അതെ അതിൽ ഞാൻ അഭിനയിച്ചു. അപ്പൊ പലരും കേട്ടിട്ട് വോയിസിന് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. അതെ അതെ. കാരണം സിംഗറായിട്ടല്ലേ എന്നെ എല്ലാരും കണ്ടിട്ടുള്ളൂ. അപ്പൊ അതെന്താ വോയിസിന് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. അപ്പോഴാണ് ഞാനല്ല പാടിയത്, അഭിനയിച്ചിട്ടേ ഉള്ളൂ അതില്. അതേത് ലൈൻ ഒന്ന് ആ, വെറുതെ 2 ലൈൻ പാടിയാലോ? നൊന്തവർക്കേ നോവറിയൂ ഹൃദയം, നൊന്തവർക്കേ നോവറിയൂ, വീണയ്ക്കെന്തറിയാം പാടാനല്ലാതെ, രാഗം പാടാനല്ലാതെ. ശരിക്കും നല്ല നമ്മൾ വരികളാണ്. അതെ നല്ല ഒരു കൈതപ്രത്തിൻ്റെ അസാധ്യ വരികളും അതെ, അതെ. അതുപോലെ നമ്മുടെ ആ, പാടിയ ആ ഫീൽ ഉണ്ടല്ലോ ആ, നമ്മുടെ ആ, ഗംഭീരമായിട്ട് ഇപ്പോൾ ഒരു മുസ്തഫ ബാബുക്കയുടെ അല്ലേ? ആ മുസ്തഫ മുസ്തഫ എന്നാണ് ഈ ആ പാട്ട്. ബാബുക്കയുടെ ഒരു പാട്ടുകൾ പാടുന്ന ഉം, ഉം. കോഴിക്കോടുള്ള ഒരു സിംഗറാണ്. മെഹഫിൽ ആണ് മേഫിലുകളാണ് പുള്ളി. പുള്ളി പാടുന്നത് മുഴുവൻ. അങ്ങനെ അവിടുന്ന് ഒരു മേഫിൽ കേട്ടിട്ടാണ് ഞാൻ പുള്ളിയെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓ, ഓക്കെ. ഭയങ്കര ഇതാണ് മനോജ് ആ സിനിമയിൽ പലരും പറഞ്ഞു മനോജിന്റെ മുഖത്തിന് ശബ്ദം ചേരുന്നുണ്ടോ സംശയമെന്ന് പറഞ്ഞു. പക്ഷെ അതിനൊരു എന്നാലും കാരണം കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് മനോജേട്ടൻ അഭിനയിച്ചതൊക്കെ ദാസാറ് പാടിയതാണ് കൂടുതലും നമ്മൾ അതുകൊണ്ടായിരിക്കും കേട്ടിട്ടുള്ളത്. മനോജിന്റെ തിരനുരയും ശബ്ദമായിട്ട്. അതുപോലെ ആ നീലരാവിൽ, ഇതൊക്കെ അതെ ദാസാറ് പാടിയ വോയിസിലാണ് മനോജേട്ടൻ അഭിനയിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും. പലർക്കും പക്ഷെ അതൊരു എന്നാലും ആ പാട്ട് ഭയങ്കര ഒരു ഹോണ്ടിങ് ആണ് ആ പാട്ട്. അതെ. ഇപ്പൊ ഒരു മുസ്തഫ എന്ന് പറയുന്നത് കുറച്ച് ഏജ് ഉള്ള ആ ഒരു കുറച്ചൊരു ഏജ് ഡിഫറൻസ് ഉണ്ട്. ഒരുപാട് പുതിയ ടാലൻസിനെ കണ്ടെത്താനും അവർക്കൊരു അവസരം കൊടുക്കാനും ഉള്ളൊരു അതെ, എന്താണ് അതിനുള്ള ഒരു എന്നോടുള്ള ആ, ചോദ്യം എന്റെ അതെ. പോഡ്കാസ്റ്റ് കാരണം തിരിച്ചായി. അങ്ങനെയല്ല, എനിക്കും എന്നെ പോലെയുള്ള കുറേ പേർക്ക്, ആ, ജാസിച്ചേട്ടൻ അതുപോലെ ഒത്തിരി ആക്ടേഴ്സിന് അവസരം കൊടുത്തിട്ടുണ്ട്, പാട്ടുകാർക്ക്. അതുപോലെ ഞാനും വന്ന ഒരാളാണ്. അതുകൊണ്ട് കാരണം എനിക്കൊരു എനിക്ക് ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. എൻ്റെ വിശ്വാസം എന്താ അറിയോ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അവരെക്കാൾ കൂടുതൽ കഴിവ് ഒരുപക്ഷെ ഈ വരുന്ന തലമുറയ്ക്ക് ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് നമ്മൾ ഒരു അവസരം കൊടുത്താൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർ ലോകത്തിലെ ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് പോകും. അതിനൊരു ഓപ്പർച്യൂണിറ്റിയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അവരിലാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. കാരണം ആ ടാലൻസ് അത് എല്ലാവരിലും ഉണ്ട്. ദൈവം കൊടുത്തിട്ടുള്ള കഴിവ് പല രീതിയിലാണ്, എല്ലാവരിലും ഉണ്ട്. അവസരമാണ് കിട്ടാത്ത പലർക്കും. അങ്ങനെ അവസരം കൊടുത്തതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് ആർക്ക് അവസരം കൊടുത്ത് പിന്നീട് അവരുടെ ഉയർച്ച കണ്ടപ്പോഴാണ്? അത് കേൾക്കുന്ന ഞാൻ അവസരം കൊടുത്തിട്ടുള്ള ഒരുപാട് പേർക്ക് വിഷമാവോ? അങ്ങനെയൊന്നുമില്ല. അത് ഞാനും മുമ്പിലിരുന്ന് കേൾക്കുമല്ലേ. അതല്ല, അപ്പം തിരിച്ചും രണ്ടും അത് തീരെ അയ്യോ അത് ശരിക്കും വേണ്ടിയിരുന്നില്ല പറയുകയാണെങ്കിൽ എന്നും അങ്ങനെ ഒരു അങ്ങനെ ചോദ്യം ഞാൻ ഏറ്റവും എപ്പോഴെങ്കിലും. കൂടുതൽ എൻ്റെ പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് വാവച്ചനാണ്.
വാവച്ചൻ ഒരു ഡിഫറൻ്റ് ഏബിൾഡാണ്, ആ അനാഥനാണ്, ഒരു പരിധിവരെ ബന്ധുക്കളുള്ള അനാഥനാണ്. ആ ആ ആ വാവച്ചൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ കൂടെ ഇങ്ങനെ പല വീടുകളിൽ പോകുന്ന കൂട്ടത്തിൽ എൻ്റെ വീട്ടിലും വരും. അങ്ങനെ എൻ്റെ വീടിൻ്റെ ഒരു ഭാഗമാകുന്നു. ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു, മോനെ എന്നെ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കുകയും ഓ ചോദിച്ചു. അത് ശരി. അങ്ങനെ എൻ്റെ ഹൈവേ തൊട്ടുള്ള സിനിമകൾ മുഴുവൻ ഉണ്ട്. വാവച്ചൻ അഭിനയിക്കാൻ തുടങ്ങിയ സിഗ്നേച്ചർ പോലെ. ആ ആ ആ. പിന്നെ വാവച്ചനെ നായകനാക്കി ഞാനൊരു സിനിമ ചെയ്തു, കരുണം. അതിൽ എനിക്ക് ഏറ്റവും വലിയ അംഗീകാരം കിട്ടി, ഗോൾഡൻ പീക്കോക്ക് അവാർഡ് ഉൾപ്പെടെ. വാവച്ചനെ കൊണ്ട് ഞാൻ ജപ്പാനിൽ പോയി ഫെസ്റ്റിവലിലൊക്കെ. ആഹാ. അപ്പം വാവച്ചനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആരാധിക്കുന്ന കണ്ടെത്തൽ വാവച്ചൻ തന്നെയാണ് എപ്പോഴും. അപ്പോൾ അതിന് ഓപ്പോസിറ്റ്, അതായത് വേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? അതായത് ആരെങ്കിലും ഇല്ല, ഒരു അവസരം കൊടുത്തിട്ട് ഒരിക്കൽ പോലും ഇല്ല, തിരിച്ചെന്തെങ്കിലും ഒരിക്കൽ പോലും ഇല്ല. കാരണം വിഷമം തോന്നിയ എന്തെങ്കിലും അനുഭവം? അയ്യോ തിരിച്ചായോ ഇല്ലില്ല, കുഴപ്പമില്ല. ഇന്റർവ്യൂ? അത് അങ്ങനെ ആവണം, അങ്ങനെ ആവുമ്പോഴേ രസം. ഈ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടായി ഞാൻ കറക്റ്റ് ചെയ്ത് അവരെ വീണ്ടും ശരിയാക്കാൻ നോക്കും. കാരണം ഒരിക്കൽ അങ്ങനെ വളരെ അപൂർവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ആക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്, സിംഗേഴ്സ് ഉണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്ത അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സൊക്കെ വലിയ വലിയ നിലയിലെത്തിയിട്ടുള്ള ആ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും മിടുക്കരാണ്. അപ്പം അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ, എക്സ്പെരിമെൻ്റ് ചെയ്യണം. നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കംഫർട്ട് സോണിൽ മാത്രം മാത്രം തുടരരുത്. തുടരരുത്. നമ്മൾ പരീക്ഷണങ്ങൾ ചെയ്യണം. പരീക്ഷണത്തിൽ കുറച്ച് സ്ട്രെയിൻ ഉണ്ട്, കാരണം ഉം. സാമ്പത്തിക അവസ്ഥകളിലൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കും. ഉം. നമ്മളുടെ മനസ്സിലൊരു ആശയമുണ്ട്, അത്രയും നമുക്ക് തീക്ഷ്ണമായ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ പ്രൊഡ്യൂസറിന് വേണ്ടി ഒന്നും കാത്തിരിക്കണ്ട, നീ ഇറങ്ങുക എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു സിനിമയിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ ഒക്കെ ഞാൻ അനുവർത്തിക്കുന്ന ഒരു എൻ്റെ തോട്ടതാണ്. ഇപ്പം നമ്മൾ ഇരിക്കുന്നു, ഇപ്പം ഒരുപാട് കാലമുണ്ട് അഖിലയും ഞാൻ തമ്മിൽ പരിചയപ്പെടുന്ന ഒരു മുഹൂർത്തം. ഓരോ കണ്ടുമുട്ടലും ജീവിതത്തിലെ ഓരോ വഴിത്തിരിവുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എപ്പോഴും. അപ്പോൾ അഖില ഒരുപാട് പാട്ടുകൾ പാടി പോപ്പുലറായി. ഇപ്പോൾ ഞാൻ സിനിമയിൽ ഇൻവൈറ്റ് ചെയ്തു, സിനിമയിൽ അഭിനയിച്ചു, അതും ശ്രദ്ധിക്കപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ജീവിതത്തിൽ ഇതുവരെ നോക്കുമ്പോൾ സന്തോഷവതിയാണോ? തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ ഇനിയും ബാക്കിയുള്ളത്? അങ്ങനെ ഞാൻ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളല്ല. പണ്ട് തൊട്ടേ സാർ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ കംഫർട്ട് സോണിൽ നിൽക്കാൻ പാടില്ല, പരീക്ഷണങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതും ഞാൻ എടുക്കുന്നു. പക്ഷേ ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവാറില്ല. ഞാൻ എൻ്റെ ഈ ഒരു ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ്. കംഫർട്ട് സോൺ അല്ല, അതല്ല, ഇതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പോകുന്ന എൻ്റെ ഒരു സംഗീത ജീവിതം, എൻ്റെ ഫാമിലി ലൈഫ്, എൻ്റെ യാത്രകൾ, പ്രോഗ്രാമിനാണെങ്കിൽ പോലും യാത്രകൾ ഒരുപാട് ഇഷ്ടമുണ്ട്. അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം തന്നെ ഏറ്റവും കൂടുതൽ ഗാനമേളകൾ വിദേശത്ത് അവതരിപ്പിച്ചതിൽ ഒരു ഗ്രൂപ്പ് മിക്കവാറും അഖിലയായിട്ട് ചേർന്നുള്ള ഗ്രൂപ്പായിരിക്കും. അപ്പോൾ ഈ വിദേശ അതൊരു ഭാഗ്യം. യാത്രകളിലൊക്കെ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ ജെറ്റ് ലാഗ് ഒന്നും ഇല്ലേ? വന്ന ഉടനെ അടുത്ത പാട്ട് പാടുന്നു, അടുത്ത പ്രോഗ്രാമിന് പോകുന്നു, ഇങ്ങനെ ഇന്ന് ഓസ്ട്രേലിയയാണ്, നാളെ UK ആണ്, അല്ലേ? ഇത് ശരിക്കും എൻജോയ് അത്രയും ചെയ്യുന്നുണ്ടല്ലേ? തിരക്കൊന്നുമില്ല. ഇപ്പം ഇത് കേൾക്കുന്നവരായിരിക്കും പക്ഷേ ഞാൻ എന്നെ വിളിച്ചാൽ പോലും കിട്ടില്ലെന്ന്. അങ്ങനെയല്ല, പക്ഷേ തിരക്കാണ് എനിക്ക് ഇഷ്ടം. തിരക്ക് കൂടുതലാവും തോറും ഞാനത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. പ്രോഗ്രാം ആണെങ്കിലും റെക്കോർഡിംഗ് ആണെങ്കിലും ഞാൻ എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാം ഞാൻ എടുക്കാറുണ്ട്. ഇപ്പോൾ പ്രോഗ്രാംസ് വന്നാൽ എല്ലാവരും എന്നെ മുമ്പൊക്കെ കളിയാക്കുമായിരുന്നു. ഇപ്പോൾ ഇന്ന് കാസർഗോഡാണ് പ്രോഗ്രാമെങ്കിൽ നാളെ തിരുവനന്തപുരത്ത് വന്നാലും ഞാൻ എടുക്കും. ഞാൻ എങ്ങനെയെങ്കിലും ഓടിയെത്തും. അങ്ങനെ എൻ്റെ ഒരു രീതി അതാണ്. അതിലാണ് എനിക്ക് സന്തോഷം. അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ എൻജോയ് ചെയ്താണ് ഞാൻ എൻ്റെ അത് ജീവിതത്തിൽ കരിയർ. എന്താണ് ഒരു ഫിലോസഫി, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് പറയാനറിയില്ല. നമ്മൾ ഏത് എങ്ങനെ ആയാലും സന്തോഷമായിട്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ അവസരങ്ങൾ കുറഞ്ഞു, വിഷമമുണ്ടാവും. ഇപ്പോൾ കോവിഡ് സമയം എല്ലാവരെയും ബാധിച്ചു. പരിപാടികളില്ല, റെക്കോർഡിങ്സ് ഇല്ല, സിനിമകൾ തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ വന്ന ഒരു 2 വർഷത്തോളം നമ്മളെല്ലാവരും സ്ട്രഗിൾ ചെയ്തു. അത് പിന്നെ എല്ലാവരും ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് അത്രയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇപ്പോൾ
എന്നെ പോലെ വന്ന ഒരാൾക്ക് കുറച്ച് കൂടുതൽ അവസരം വരുന്നു എന്ന് അത് കണ്ടിട്ട് നമ്മൾ വിഷമിക്കേണ്ട. നമുക്ക് വരാനുള്ളത് എപ്പോഴെങ്കിലും വരും, എപ്പോഴായാലും വരും എന്നുള്ളൊരു ഉം, ഒരു ചിന്താഗതിയാണ് എനിക്ക്. അപ്പോൾ എപ്പോഴും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, നല്ല പാട്ടുകൾ പാടുക, എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. യാത്രയാണ് എപ്പോഴും ഒരു റിഫ്രഷ്മെൻ്റ് ആണ് യാത്ര. അത് പ്രോഗ്രാം ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും വീട്ടിൽ പറയും, ഇപ്പം പ്രോഗ്രാമിന് പോകുന്നത് ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും എപ്പോഴും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. ഈയിടെ ചൈനയിൽ പോയല്ലോ ഫാമിലിയൊക്കെ, ഞങ്ങളുടെ പോസ്റ്റ് കണ്ടു. ചൈന വൻമതിലൊക്കെ കയറി ഇങ്ങനെ അല്ലേ ട്രാവൽ കണ്ടിട്ടില്ലാത്ത അല്ലേ. സ്ഥലങ്ങൾ കാണണം ഇപ്പൊ എന്നാഗ്രഹം. ജീവിതത്തിലെ ഏറ്റവും വലിയ റിലാക്സേഷൻ യാത്രയാണ് എന്ന് പറയാം തീർച്ചയായിട്ടും. അല്ലേ, അതല്ലേ അതെ. ഫിലോസഫി. അത് വലിയ വലിയ രാജ്യങ്ങൾ പുറത്തു പോകണം എന്നോ ഒന്നുമില്ല. വെറുതെ ഒരു ട്രെയിൻ യാത്ര ആയാലും അതിലൊരു സുഖം വേറെ തന്നെയാണ്. അത് നല്ലൊരു കണ്ടെത്തലാണ്. കാരണം യാത്രകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പല പുതിയ ആളുകളെ കാണുന്നു, പരിചയപ്പെടണം. ഞാനങ്ങനെ ഒത്തിരി പരിചയപ്പെട്ട് പലരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല. എന്നാലും യാത്രകൾ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മൾ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യാണ്. അത് എപ്പോഴും എപ്പോഴും അതങ്ങനെ എന്തായാലും സൈക്കിൾ നല്ലൊരു പോലെ. ഭയങ്കര വലിയൊരു ഐ ഓപ്പണറാണ് അത്. തീർച്ചയായിട്ടും എന്തെങ്കിലും പുതിയ തലമുറ, നമ്മളെന്നും പറയും എല്ലാ കാലത്തും പുതിയ തലമുറ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് ശേഷം വരുന്ന തലമുറയോട് നമ്മുടെ അനുഭവത്തിലൂടെ പാട്ടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ ഒരു അയ്യോ. ടിപ്പായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഉം. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ ഞാൻ ഒരുപാട് വലിയ ആഗ്രഹങ്ങളുള്ള ആളല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എപ്പോഴെങ്കിലും അത് നമ്മളിൽ തന്നെ എത്തും. അപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പുതിയ തലമുറ എല്ലാവരും എല്ലാവരും കുറച്ചുകൂടെ നമ്മുടെ ജനറേഷൻ പോലല്ല. പുതിയ കുട്ടികൾ കുറച്ചുകൂടി ആക്റ്റീവാണ്, കുറച്ചുകൂടി അവർക്ക് ലക്ഷ്യബോധമുണ്ട് കുറച്ചുകൂടി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം പാട്ടുകാരാണെങ്കിലും അവർക്കൊരു ഒരു സ്ഥലത്തെത്തണം. ഞാൻ പാടി കുറച്ച് പേരുടെ മുമ്പിൽ ഒരു പാട്ടുകാരിയാണെന്ന് അറിയപ്പെടണം. അവർക്ക് അതിൻ്റെ ഒരു ലക്ഷ്യബോധമുണ്ട്. നമ്മളെപ്പോലെ മാറി നിന്ന് അയ്യോ അത് പറ്റുമോ ഇല്ലേ എന്നൊരു ചിന്തയൊന്നുമില്ല. അത് നല്ലൊരു പോസിറ്റീവ് സൈനാണ്. അപ്പോൾ കുട്ടികൾ അങ്ങനെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോയാൽ സക്സസ് ഉണ്ടാവും. ഓക്കെ, എന്തായാലും അതൊരു വലിയ ഉപദേശമോ ടിപ്പൊന്നല്ല. എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ പുതിയ തലമുറയിൽ കാണുമ്പോൾ അത് നല്ലതാണല്ലോ, നമുക്കത് എടുക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഈ യാത്രയിൽ എൻ്റെ കൂടെ കുറേ നേരം അല്ലേ, കുറേ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചോ ഞാനും അറിയില്ല എനിക്ക്. എന്തൊക്കെയോ പറഞ്ഞു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു മൊമെൻ്റ് പ്രഷ്യസ് ആണ്. കാരണം ഞാൻ ഒരു പ്രത്യേക മൊമെൻറ്റിൽ ഞാൻ കാണുന്ന ഒരു കുട്ടി, ഞാൻ സിനിമയിലേക്ക് ഇൻവൈറ്റ് ചെയ്തൊരു കുട്ടി പാടി ഇപ്പോൾ ലോകപ്രശസ്തയായി. കാരണം നമ്മുടെ മലയാളികളുള്ള സ്ഥലത്തൊക്കെ അഖിലയെ അറിയാം. അഖിലയുടെ പാട്ട്, അഖിലയുടെ ശബ്ദം ഇപ്പം അഭിനയിക്കാനും തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ആ ഒരു നമ്മൾ പറഞ്ഞില്ലേ, ഒരു അവസരം ഒരാൾക്ക് കൊടുക്കുമ്പം എനിക്ക് പ്രൗഡായിട്ട് പറയാമല്ലോ, ഞാനാണ് ആദ്യം അവസരം കൊടുത്തത്. ഞാൻ പറയാറുണ്ട്, ഇപ്പം ബോംബെ ജയശ്രീയെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. എൻ്റെ സിനിമയിലാണ് ബോംബെ ജയശ്രീ ആദ്യമായിട്ട് പാടിയത്. ലാലിനെ കുറിച്ച് പറയാറുണ്ട്, ലാൽ എൻ്റെ സിനിമയിലാണ് ഞാൻ നിർബന്ധിച്ച് അഭിനയിപ്പിച്ചതാണ്. അങ്ങനെ പലരെക്കുറിച്ചും, ജാസിയെക്കുറിച്ച് ഞാൻ മിക്കവാറും പറയാറുണ്ട്. ജാസി, ജിത്തി ജോസഫ് ഫിലിം ഡയറക്ടർ, ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുന്നു അല്ലേ. അത് എൻ്റെ ഭാഗ്യമാണ്. അതുകൊണ്ട് ഈ കണ്ടുമുട്ടലും സംസാരവും എൻ്റെ ഭാഗ്യമാണ്. താങ്ക് യു ഫോർ ദിസ് മൊമെൻറ്റ്. താങ്ക് യു.